ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. ഇതാണ് കസ്റ്റംസ് ആക്ട് 1962. നമുക്ക് കസ്റ്റംസ് ലോസിൽ പഠിക്കാനുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് കസ്റ്റംസ് ആക്ട് 1962, ഇത് പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് CTA എന്ന് പറയും. CTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസ് ടാരിഫ് ആക്ട് ആണ്. CTA അതാണ് അടുത്ത് പഠിക്കാനുള്ളത്. അതായത് കസ്റ്റംസ് ടാരിഫ് ആക്ട്. ഓക്കെ, കസ്റ്റംസ് ടാരിഫ് ആക്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അത് CTA 1975 ആണ്. അപ്പോൾ കസ്റ്റംസ് ആക്ട് 1962, CTA 1975, പിന്നെ റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഈ നോട്ടിഫിക്കേഷൻസ്, റൂൾസ്, റെഗുലേഷൻ ഇതൊക്കെ CBIC ആണ്. എന്താണ് CBIC? CBIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് കസ്റ്റംസ്. CBIC എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഈ CBIC ബോർഡും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, ഒന്നുകിൽ ബോർഡ് ആയിരിക്കും അല്ലെങ്കിൽ CG സെൻട്രൽ ഗവൺമെന്റ് പീരിയോഡിക്കലായിട്ട് ഇറക്കുന്ന റൂൾസോ നോട്ടിഫിക്കേഷൻസോ ബോർഡിന്റെ റൂൾസോ റെഗുലേഷൻസോ ഒക്കെയാണ് നമ്മുടെ ടോട്ടൽ കസ്റ്റംസ് ലോ എന്ന് പറയുന്നത്. അതാണ് ദ ബോഡി ഓഫ് കസ്റ്റംസ് ലോ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ചേർന്ന ഒന്നാമത് കസ്റ്റംസ് ആക്ട് 1962, പിന്നെ കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975, പിന്നെ ഈ CBICയുടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ആസ് ദ കേസ് മേ ബി റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് നോട്ടിഫിക്കേഷൻ. ഇത്രയും കൂടി ചേർന്ന ഇതിനെയാണ് കസ്റ്റംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് നമുക്കിത് ആദ്യം ഇതിന്റെ ചില ഡെഫിനിഷൻ സെക്ഷൻ 2 തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻ 2 പറയുന്ന കാര്യങ്ങള്, ചില ഡെഫിനിഷൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഡെഫിനിഷൻസ് മാത്രം നോക്കാം. അപ്പൊ ഇതിലെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ് ഇമ്പോർട്ട്. ഇപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിലൊക്കെയാണ് ലെവി ചെയ്യുന്നത്? ഇമ്പോർട്ടേഷൻ ആൻഡ് എക്സ്പോർട്ടേഷൻ, രണ്ട് കാര്യങ്ങളാണ്. ഇമ്പോർട്ട്, എക്സ്പോർട്ട് രണ്ടും കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. അപ്പൊ എന്താണ് ഇമ്പോർട്ടേഷൻ എന്ന് പറയുന്നത്? അത് ഇതിന്റെ സെക്ഷൻ 2 ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സെക്ഷൻ 2 കണ്ട 2 ഡെഫിനിഷൻസ് ആണ് ഇൻ ദിസ് ആക്ട്. അതിൽ ഇമ്പോർട്ടേഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആദ്യം നോക്കണം. ഓക്കെ, ഇവിടെയാണ് സെക്ഷൻ 225 കണ്ടോ, 225. അപ്പൊ നമ്മൾ 2 clause 25 ഇമ്പോർട്ടേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ ഈ കീ വേർഡ് ഓർത്തിരുന്നാൽ മതി. ഗുഡ്സ് ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ഇന്ത്യക്ക് അകത്തോട്ട് കൊണ്ടുവരികയാണ്, ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. അതിനാണ് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഇസ് മെന്റ് ബൈ ഇന്ത്യ? പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ബ്രോട്ട് ഇൻ ടു ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇന്ത്യ ഇൻക്ലൂഡ്സ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇവിടെ കസ്റ്റംസ് ആക്ടിൽ 227 പറയുന്നത് ഗുഡ്സ് ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യ? ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് 12 നോട്ടിക്കൽ മൈൽസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം ഇത് മുഴുവൻ ഇന്ത്യയാണ്. ഇവിടുന്ന് 12 നോട്ടിക്കൽ മൈൽസ് എടുത്തു കഴിഞ്ഞാൽ ഇത് താഴത്തെ ഭാഗം മാത്രം വരയ്ക്കാൻ കാരണം വെച്ചാൽ അവിടെ നിന്നല്ലേ നമുക്ക് കടലുള്ളൂ. അപ്പൊ ഇവിടുന്ന് 12 നോട്ടിക്കൽ മൈൽസ് എടുത്താൽ ഇതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ആയി. ഇതാണ് ഈ 12 നോട്ടിക്കൽ മൈൽസ് ഫ്രം ദ ബേസ് ലൈൻ. ഇതിനെയാണ് TWI എന്ന് പറയുന്നത്, ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ ഇൻക്ലൂഡ്സ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആർ ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ പുറമേ നിന്ന് ഇന്ത്യയുടെ ഉള്ളിലേക്ക് ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആയി. അതാണ് ഒരു കാര്യം, ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. അപ്പൊ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്താന്ന് മനസ്സിലായല്ലോ, 12 നോട്ടിക്കൽ മൈൽസ്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ കസ്റ്റംസ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതാണ് 12 നോട്ടിക്കൽ മൈൽസ്. ഇനി വേറെ CW കസ്റ്റംസ് വാട്ടേഴ്സ്. എന്താണ് കസ്റ്റംസ് വാട്ടേഴ്സ്? ഈ കസ്റ്റംസ് വാട്ടേഴ്സിന്റെ അകത്താണ് കസ്റ്റംസ് ഓഫീസേഴ്സിന് പവർ ഉള്ളത്.
ഗുഡ്സ് കോൺഫിസ്കേറ്റ് ചെയ്യാനും അവർക്ക് വേണമെങ്കിൽ സ്മഗ്ലിംഗ് ഒക്കെ നടക്കുന്ന അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഗുഡ്സും കോൺഫിസ്കേറ്റ് ചെയ്യാൻ പറ്റും, ആ വെസലിനെ അവർക്ക് തടഞ്ഞു നിർത്താനും ഒക്കെ പറ്റും. അത് ആ പവേഴ്സ് കസ്റ്റംസ് ഓഫീസേഴ്സിനുള്ളത് ഇന്ത്യൻ കസ്റ്റം വാട്ടേഴ്സിലാണ്. ഇന്ത്യൻ കസ്റ്റം വാട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ കസ്റ്റം വാട്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ബേസ് ലൈനിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽസ് പോകണം. 200 നോട്ടിക്കൽ മൈൽസ് പോയി അവിടെ നിന്നുള്ളതാണ് അത്രയും കസ്റ്റംസ് വാട്ടർ. ഇവിടെയാണ് ഇക്കണോമിക് സോൺ എൻഡ് ചെയ്യുന്നത്. അവിടെയാണ് EEZ, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. അപ്പൊ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന്റെ ഉള്ളിൽ മുഴുവൻ കസ്റ്റംസ് വാട്ടേഴ്സ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ കസ്റ്റം വാട്ടേഴ്സ് മീൻസ് എന്താണ്? വാട്ടേഴ്സ് എക്സ്റ്റെൻഡിങ് ഇൻ ടു ദ സീ, അതായത് ബേസ് ലൈനിൽ നിന്ന് കടലിന്റെ ഉള്ളിലേക്ക് അപ് ടു ദ ലിമിറ്റ് ഓഫ് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ. ഇനി ഈ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്താണെന്നുള്ളത് വേറൊരു ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ആക്ടാണ് മാരിടൈം സോൺസ് ആക്ട്. അതായത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, കോണ്ടിനെന്റൽ ഷെൽഫ്, എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ആൻഡ് അതർ മാരിടൈം സോൺസ് ആക്ട് 1976. അതൊരു ആക്ടാണ്. ആ ആക്ടിന്റെ സെക്ഷൻ 7 പറഞ്ഞിട്ടുണ്ട് എന്താണ് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ. ആ ഡെഫിനേഷനിൽ പറയുന്നത് 200 നോട്ടിക്കൽ മൈൽസ് ആണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇനി ബേ, ഗൾഫ്, ഹാർബർ, ക്രീക്ക്, ടൈഡൽ റിവർ. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻലാൻഡ് വാട്ടർ സിസ്റ്റംസ് ആണ്. അപ്പൊ അതുവരെയാണ് കസ്റ്റംസ് ലെവൽ. കസ്റ്റംസ് വാട്ടേഴ്സ് ആണ് ഇത്രയും ഓർത്തിരുന്നാൽ മതി. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എവിടെ എൻഡ് ചെയ്യുന്നു അവിടെ കസ്റ്റംസ് വാട്ടേഴ്സും എൻഡ് ചെയ്യും. അതിന്റെ ഉള്ളിലാണ് കസ്റ്റംസ് ഓഫീസേഴ്സിന് പവർ ഉള്ളത്. അപ്പൊ TWI, ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 12 നോട്ടിക്കൽ മൈൽസ്, കസ്റ്റംസ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 200 നോട്ടിക്കൽ മൈൽസ്. അത് രണ്ടും ഓർത്തിരിക്കുക. ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ? ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇനി ഇതേമാതിരി തന്നെയാണ് എക്സ്പോർട്ടഡ് ഗുഡ്സ്. എക്സ്പോർട്ടഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എക്സ്പോർട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്കൺ ഔട്ട് ഓഫ് ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യ ഇൻക്ലൂഡ്സ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. അപ്പൊ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ ഔട്ട് ഓഫ് ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യക്ക് പുറത്തെടുക്കണം, ടേക്കൺ ഔട്ട് ഓഫ് ഇന്ത്യ, ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണം, ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇപ്പം ഇത് ഇന്ത്യയാണ്, ഇവിടെയാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എൻഡ് ചെയ്യുന്നതെന്ന് വെക്കുക. ഇവിടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എൻഡ് ചെയ്യാണ്. ഇതിന്റെ പുറത്തേക്ക് എടുത്ത ഷിപ്പ് തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് അല്ല. അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് പോയി. പക്ഷെ ഷിപ്പ് എന്തെങ്കിലും കാരണവശാൽ ആ ഷിപ്പ് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വന്നു, ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ ഇറ്റ് ഈസ് നോട്ട്. അപ്പൊ ഇതിന്റെ എക്സ്പോർട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ എക്സ്പോർട്ട് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ക്രോസ് ചെയ്തിട്ട് പുറമെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകണം, ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. അതാണ് എക്സ്പോർട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ഗുഡ്സ് എന്നുള്ളതാണ്. കാരണം കസ്റ്റംസ് ഡ്യൂട്ടി ലെവി ചെയ്യുന്നത് ഗുഡ്സിന്റെ മേലെയാണ്, സർവീസസിന്റെ മുകളിലല്ല. കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് ലെവീഡ് ഓൺ ഗുഡ്സ്. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഇറ്റ് ലെവീഡ് ഓൺ ഗുഡ്സ്, നോട്ട് ഓൺ സർവീസസ്. അപ്പൊ അതുകൊണ്ട് ഗുഡ്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗുഡ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇത് എല്ലാം എന്യൂമറേഷൻസ് എല്ലാം പഠിക്കണം. ഒന്ന് വെസൽസ്, എയർക്രാഫ്റ്റ്സ് ആൻഡ് വെഹിക്കിൾസ്, പിന്നെ സ്റ്റോർസ്, ബാഗേജ്, കറൻസി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, എനി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. അപ്പൊ ഈ 5 പോയിന്റ്സ് എന്താണെന്നുള്ളത് ഓർത്തിരിക്കണം. അത് അതിന്റെ സെക്ഷൻ ഓർത്തിരിക്കണം, 222. കാരണം ഇത് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. കാരണം കസ്റ്റംസ് ഡ്യൂട്ടി ഇസ് ലെവീഡ് ഓൺ ഗുഡ്സ്. സോ വാട്ട് ആർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ 3 മോഡ്സ് ആണ്. കടലിലൂടെ വരുന്നത് വെസല്, മറ്റേത് എയർക്രാഫ്റ്റ്, വെഹിക്കിൾ, അത് തന്നെ ഗുഡ്സ് ആയിട്ട് വരും. പിന്നെ സ്റ്റോർസ്, പിന്നെ ബാഗേജ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ബാഗേജ്, അൺഅക്കമ്പനിഡ് ബാഗേജ്, അങ്ങനെ പലതരത്തിലുള്ള ബാഗേജ്. ഇതൊക്കെ പ്രത്യേക ചാപ്റ്റേഴ്സ് ആണ് ഇതൊക്കെ. പിന്നെ കറൻസി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സും ഗുഡ്സ് ആയിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ എനി അതർ കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. 222 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഗുഡ്സിനെ പറ്റിയിട്ട്. ഇനി ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്. എനി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, any kind of movable property, ഏത് മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലും that will fall within the meaning of goods under Customs Act 1962. ഓക്കെ, ആ 5 പോയിന്റ്സ്. പിന്നെ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പേഴ്സൺ ഇൻ ചാർജ്. പേഴ്സൺ ഇൻ ചാർജ്, ഈ വേർഡ് ഒരുപാട് സ്ഥലത്ത് കേൾക്കും. ഇനി പേഴ്സൺ ഇൻ ചാർജ് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വാട്ട് ഈസ് മീൻ ബൈ എ പ്രോപ്പർ ഓഫീസർ. പ്രോപ്പർ ഓഫീസർ, പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറയുന്ന വേർഡ് ഒരുപാട് തവണ വരും. അതായത്
അപ്പം അത് ശരിക്കും നമ്മളൊരു ടേബിൾ വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എഴുതിയാൽ ഇങ്ങനെ പ്രോപ്പർ ഓഫീസർ അല്ല ആരാണ് പേഴ്സൺ ഇൻചാർജ്. ഇവിടെ പേഴ്സൺ ഇൻചാർജ് എന്ന് എഴുതുക. പേഴ്സൺ ഇൻചാർജ്. പിന്നെ വാട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. കാരണം മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അനുസരിച്ച് പേഴ്സൺ ഇൻചാർജ് മാറും. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇപ്പൊ നമ്മൾ സി വഴി, ഇപ്പൊ വെസൽ വഴിയാണ് വരുന്നത്. വെസൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ട്സ് 60-70% ഓഫ് ദി ഇമ്പോർട്ട്സ് ആർ ടേക്കിംഗ് പ്ലേസ് ത്രൂ സി. എയർ മാർഗം അല്ല, സീയിലൂടെയാണ്. കാരണം കുറച്ചും കൂടെ ചീപ്പാണ് അത്. അപ്പൊ വെസൽ ആവുന്ന സമയത്ത് ആരാണ് പേഴ്സൺ ഇൻചാർജ്. പിന്നെ ബൈ എയർക്രാഫ്റ്റ് വഴിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യാം? റെയിൽവേ വഴി ഇമ്പോർട്ട് ചെയ്യാം. റെയിൽവേ. പിന്നെ നമ്മൾ എനി അതർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അത് ശരിക്കും ലോറി വഴിയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഇപ്പൊ നേപ്പാളിൽ നിന്നോ അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ലോറി വഴി, അതായത് അതർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അത് ലോറിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 4 തരത്തിലുണ്ട്. അപ്പൊ വെസൽ വഴിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഹൂ ഈസ് ദ പേഴ്സൺ ഇൻ ചാർജ്. ഹൂ ഈസ് ദ പേഴ്സൺ ഇൻ ചാർജ് വെൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് യൂസിങ് വെസൽ. അതിന്റെ ആളെ പറയുന്ന പേരാണ്. ഇപ്പൊ വെസൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഒരു മാസ്റ്റർ ഓഫ് ദ വെസൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാളെയാണ് പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറയുന്നത്. മാസ്റ്റർ ഓഫ് ദ വെസൽ. ഇതൊക്കെ ആക്ടിൽ എഴുതിയിട്ടുണ്ട്. എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? കമാൻഡർ ഓർ പൈലറ്റ് ഇൻ ചാർജ്. എയർക്രാഫ്റ്റ് ആകുമ്പോൾ പൈലറ്റ് എന്നാണ് പറയുന്നത്. പൈലറ്റ് ഇൻ ചാർജ് അല്ലെങ്കിൽ കമാൻഡർ എന്ന് പറയും. അല്ലെങ്കിൽ കമാൻഡർ. ഓക്കെ. റെയിൽവേ ആവുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു കണ്ടക്ടർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഗാർഡ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എനി പേഴ്സൺ ഹൂ ഈസ് ഇൻ ഡയറക്ഷൻ ഓഫ് ദ ട്രെയിൻ. ആ ട്രെയിൻ ഓടിക്കുന്ന ഇൻ ഡയറക്ഷൻ ഓഫ് ദ ട്രെയിൻ, അയാളായിരിക്കും അതിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇനി ലോറി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ഡ്രൈവറോ അല്ലെങ്കിൽ വേറെ ലോറി ഡ്രൈവർ ആയിരിക്കും. അല്ലെങ്കിൽ ഇനി അതർ പേഴ്സൺ ഹൂ ഈസ് ഇൻ ചാർജ് ഓഫ് ദാറ്റ് വെഹിക്കിൾ. അപ്പൊ ഇതാണ് പേഴ്സൺ ഇൻ ചാർജ്. പേഴ്സൺ ഇൻ ചാർജ് എന്താന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ട പേഴ്സൺ ഇൻ ചാർജ് 231 ഡിഫൈൻസ് പേഴ്സൺ ഇൻ ചാർജ്. ആണോ? വെസൽ ആണെന്ന് ഇൻ റിലേഷൻ ടു ദ വെസൽ, മാസ്റ്റർ ഓഫ് ദ വെസൽ. എയർക്രാഫ്റ്റിനാണെങ്കിൽ അതിനോടൊരു കമാൻഡർ ഓർ പൈലറ്റ് ഇൻ ചാർജ് ഓഫ് ദി എയർക്രാഫ്റ്റ്. റെയിൽവേ ആണെങ്കിൽ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന്റെ കണ്ടക്ടർ അല്ലെങ്കിൽ ഗാർഡ് അല്ലെങ്കിൽ അതർ പേഴ്സൺ ഇൻ ചീഫ് ഡയറക്ഷൻ. ആരാണോ ആ ട്രെയിനിനെ ഡയറക്ട് ചെയ്യുന്ന അയാളോ. എനി അതർ കൺവെൻഷൻ. അതിപ്പോ ലോറി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡ്രൈവർ ഓർ അതർ പേഴ്സൺ. ഇത് പേഴ്സൺ ഇൻ ചാർജ് ഇസ് ഇമ്പോർട്ടന്റ്. ഇത് മനസ്സിലാക്കണം. കാരണം ഇത് നമ്മൾ ഇനി പറയാൻ പോകുന്ന എല്ലാ സെക്ഷനിലും ഈ വേർഡ് ഇങ്ങനെ കേൾക്കും, പേഴ്സൺ ഇൻ ചാർജ് എന്നുള്ളത്. അപ്പൊ അത് എയർ വഴിയാണ് അത് ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അത് പൈലറ്റ് ആണ്. വെസൽ വഴിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ മാസ്റ്റർ ഓഫ് ദ വെസലാണ്. റെയിൽവേ വഴിയാണെങ്കിൽ അത് കണ്ടക്ടർ, ഗാർഡ് ഓർ അതർ പേഴ്സൺ ഇൻ ചീഫ് ഡയറക്ഷൻ ഓഫ് ദ ട്രെയിൻ. ഈ 4 പോയിന്റ്സ് മനസ്സിൽ വരണം. ഇനി ഹൂ ഇസ് ദ പ്രോപ്പർ ഓഫീസർ. പ്രോപ്പർ ഓഫീസർ എന്ന് പറഞ്ഞാൽ PO എന്നാണ് ഷോർട്ട് ആയിട്ട് പറയുക. കസ്റ്റംസ് ഓഫീസറിന് പ്രോപ്പർ ഓഫീസർ എന്ന് പറയും. ഈ പ്രോപ്പർ ഓഫീസർ എന്നുള്ള വേർഡ് ഈ ത്രൂ ഔട്ട് ഈ സെക്ഷനിൽ ഈ ആക്ടിൽ ഉണ്ടാവും. പ്രോപ്പർ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ട് പ്രകാരം ചില ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്ന വ്യക്തി ഇൻ റിലേഷൻ അയാൾ ആരാണ്? അയാളാണ് കസ്റ്റംസ് ഓഫീസർ. ഈ പ്രോപ്പർ ഓഫീസറെയാണ് കസ്റ്റംസ് ഓഫീസർ എന്ന് പറയുന്നത്. ഈ കസ്റ്റംസ് ഓഫീസറെയാണ് പ്രോപ്പർ ഓഫീസർ എന്ന് പറയുന്നത്. ഹൂ ഈസ് അസൈൻഡ് ദോസ് ഫങ്ഷൻസ്. ആരാണ് അത് ചെയ്യുന്നത്? ഒന്നുകിൽ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് കസ്റ്റംസിന്റെ ബോർഡ് ഉണ്ടാവും. അല്ലെങ്കിൽ PCC ഓർ CC. CC എന്ന് പറഞ്ഞാൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ്. PCC എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ്. അപ്പൊ ഒന്നുകിൽ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ്, PCCയോ CCയോ ബോർഡോ. 3 കാര്യങ്ങൾ. PCC അല്ലെങ്കിൽ അതായത് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ്, അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ്, അല്ലെങ്കിൽ ബോർഡ്. ഇവർ ആരെങ്കിലും ഒരാള് ഈ ഒരു കസ്റ്റംസ് ഓഫീസർക്ക് ഈ ആക്ട് പ്രകാരം പെർഫോം ചെയ്യേണ്ട ഫങ്ഷൻസ് അസൈൻ ചെയ്ത ഒരു കസ്റ്റംസ് ഓഫീസർ ഉണ്ടാവും. അയാളെയാണ് പ്രോപ്പർ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കസ്റ്റംസ് ഓഫീസർ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവിടുത്തെ പ്രോപ്പർ ഓഫീസർ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നതാണെങ്കിലും ഒരു കപ്പൽ വന്നു കഴിയുമ്പോൾ അതിന്റെ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് കൊടുക്കുന്നതാണെങ്കിലും എല്ലാം ചെയ്യുന്നത് അതാണ് പ്രോപ്പർ ഓഫീസർ. കസ്റ്റംസ് ഓഫീസർ പോവുക, പ്രോപ്പർ ഓഫീസറെ കാണുക, പ്രോപ്പർ ഓഫീസർക്കാണ് എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യുന്നത്. പ്രോപ്പർ ഓഫീസറാണ് അതിന്റെ എല്ലാ ക്ലിയറൻസ് ഓർഡറും എല്ലാം ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് പ്രോപ്പർ ഓഫീസറിന്റെ ഇമ്പോർട്ടൻസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. അതെന്താന്ന് കൂടെ മനസ്സിലാക്കണം. എന്താണ് റെഗുലേഷൻ? ഇതിന്റെ അകത്ത് കണ്ടോ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസ് റൂൾസ് ഒക്കെ ഇനി വരും. ഈ കസ്റ്റംസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ ഗവൺമെന്റ് മേക്ക് ചെയ്യുന്ന റൂൾസ് ആണ്. അതിനെയാണ് സെൻട്രൽ ഗവൺമെന്റ് CG മേക്ക് ചെയ്യുമ്പോൾ അതിന് റൂൾസ് എന്ന് പറയും. ഇനി ബോർഡ് മേക്ക് ചെയ്യുമ്പോൾ അതിന് റെഗുലേഷൻസ്. ബോർഡ് മേക്ക് ചെയ്യുമ്പോഴാണ് റെഗുലേഷൻസ് ആവുക.
ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് റൂൾസ്, റെഗുലേഷൻസ്. റൂള് സെൻട്രൽ ഗവൺമെന്റ് ആകുമ്പോൾ റൂൾസ്, ബോർഡ് ആകുമ്പോൾ റെഗുലേഷൻസ്. ഇനി നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മീൻസ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ്ഡ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. അതാണ് ഒഫീഷ്യൽ ഗസറ്റിൽ. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞാൽ അവരത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. അതിനെയാണ് നോട്ടിഫിക്കേഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ആക്ട് വായിക്കുമ്പോൾ പല സ്ഥലത്തും നമ്മൾ കേൾക്കും നോട്ടിഫിക്കേഷൻ ആസ് പബ്ലിഷ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ബൈ ദ പബ്ലിക് സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അതാണ് നോട്ടിഫിക്കേഷൻ. ബോർഡ് ചെയ്യുന്ന റെഗുലേഷൻ, മറ്റേ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്ന റൂൾസ്. അത് റൂൾസ് ആയിട്ട് തന്നെ വരും, കസ്റ്റംസ് റൂൾസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. ഇനി ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഇനി നമുക്ക് ഓരോന്ന് ആവശ്യം വരുമ്പോൾ നോക്കാം. ഇനി ഇത് രണ്ടും ഇമ്പോർട്ടന്റ്. വാട്ട് ഈസ് മീൻ ബൈ കസ്റ്റംസ് പോർട്ട് ആൻഡ് കസ്റ്റംസ് ഏരിയ, അതേമാതിരി കസ്റ്റംസ് എയർപോർട്ട്. പിന്നെ കൺവെൻസ് നമ്മൾ നേരത്തെ മൂന്ന് മോഡ്സ് പറഞ്ഞില്ലേ. കൺവെൻസ് പറഞ്ഞ് ഒന്നുകിൽ വെസലാവാം, ആ വെസലിന്റെ പേഴ്സൺ ഇൻചാർജ് ആരാ? മാസ്റ്റർ ഓഫ് ദ വെസൽ. അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ആവാം. എയർക്രാഫ്റ്റിലൂടെ വരുന്നതും കൺവെയൻസ് ആണ്. അതിന്റെ മാസ്റ്റർ ആരാണ്? അതിന്റെ പേഴ്സൺ ഇൻചാർജ് എന്ന് പറയുന്നത് ഒന്നുകിൽ പൈലറ്റ് ഇൻചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ അത് കമാൻഡർ എന്ന് പറയും. വെഹിക്കിൾ, ഇപ്പൊ ലോറി ആണെങ്കിൽ ലോറി ഡ്രൈവർ ആയിരിക്കും അതിന്റെ ചാർജ്. ട്രെയിൻ ആണെങ്കിൽ അതിന്റെ കണ്ടക്ടറോ ഗാർഡോ അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ ഹൂസ് ഇൻ ചീഫ് ഡയറക്ഷൻ ഓഫ് ദ ട്രെയിൻ. ഇതിനെല്ലാം കൺവെയൻസ് ആണ് പറയുക. ഈ ആക്ടിൽ എവിടെയൊക്കെ കൺവെയൻസ് പറഞ്ഞിട്ടുണ്ടോ അവിടെ ഇത് മൂന്നും ആപ്ലിക്കബിൾ ആണ്. ഇനി കസ്റ്റംസ് എയർപോർട്ട് അല്ലെങ്കിൽ കസ്റ്റംസ് പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പോർട്ടിലും ഒന്ന് കൊണ്ട് ഈ സാധനം ഇറക്കാൻ പറ്റില്ല. അപ്പൊ പുറമേ നിന്നൊരു ഇപ്പൊ USA ഒരു ഷിപ്പ് വരികയാണ്, ഇന്ത്യയിലേക്ക് വരികയാണ്, അത് കസ്റ്റംസ് പോർട്ടിൽ അത് കൊണ്ട് ലാൻഡ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. കസ്റ്റംസ് പോർട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും പോർട്ടിൽ അതിനെ പെർമിഷൻ ഇല്ലാതെ ലാൻഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ ആയിട്ടുള്ള ഇമ്പോർട്ടേഷൻ ആയിട്ട് കണക്കാക്കി അത് സീസ് ചെയ്യാൻ പറ്റും. അത് പ്രോപ്പർ ഇമ്പോർട്ട് അല്ല, ഇംപ്രോപ്പർ ഇമ്പോർട്ടാണ്. അപ്പൊ സെക്ഷൻ 7 ക്ലോസ് എയിൽ പറഞ്ഞിട്ടുണ്ട്, എനി പോർട്ട് അപ്പോയിന്റഡ് അണ്ടർ ക്ലോസ് എ ഓഫ് സെക്ഷൻ 7 ടു ബി കസ്റ്റംസ് പോർട്ട്. കസ്റ്റംസ് പോർട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് കസ്റ്റംസ് പോർട്ട് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ എയർപോർട്ടും അണ്ടർ ക്ലോസ് ഓഫ് സെക്ഷൻ 7 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് കസ്റ്റംസ് എയർപോർട്ട്, ഏതൊക്കെയാണ് കസ്റ്റംസ് പോർട്ട്. അവിടേക്കേ ഇത് കൊണ്ട് ഇറക്കാൻ പറ്റുള്ളൂ. അതാണ് പോർട്ട്, എയർപോർട്ടും. പിന്നെ ആ പോർട്ടിന്റെ അകത്ത് തന്നെ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയ ആണ് കസ്റ്റംസ് ഏരിയ. ഒരു കസ്റ്റംസ് പോർട്ട് അല്ലെങ്കിൽ കസ്റ്റംസ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ എയർപോർട്ട് കസ്റ്റംസ് ഏരിയ അല്ല. ആ കസ്റ്റംസ് പോർട്ട് അല്ലെങ്കിൽ കസ്റ്റം എയർപോർട്ടിൽ ഒരു ഡിഫൈൻ ചെയ്ത ഒരു ഏരിയ ഉണ്ടാവും. Means the area of a customs station or a warehouse and includes any area in which imported goods or exported goods are ordinarily kept before clearance by the customs authority. അതായത് കസ്റ്റംസ് ഇപ്പൊ ഒരു പോർട്ട്, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് ഗുഡ്സ്, USA എന്ന് വരിക എന്ന് വിചാരിക്കുക. അപ്പൊ അത് ഇപ്പൊ ബോംബെ ജുഹു പോർട്ട്, ബോംബെ പോർട്ടിലേക്ക് എന്തോ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് എന്നാണ് പറയാൻ തോന്നുന്നത്. എന്തായാലും അത് ബോംബെയിലുള്ള ഒരു പോർട്ട് ട്രസ്റ്റ് കാണും. അത് ഡെസിഗ്നേറ്റ് ചെയ്ത കസ്റ്റംസ് പോർട്ടാണ്. അപ്പൊ അവിടേക്ക് വന്നിട്ട് ഇത് ഷിപ്പിന് വരാൻ പറ്റും. ഷിപ്പിന് വന്നു കഴിഞ്ഞാൽ ഷിപ്പിൽ നിന്ന് ഇറക്കുന്ന ഗുഡ്സ് എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് ഇടാൻ പറ്റില്ല. അത് ഇടുന്നതിന് ഒരു സ്പെസിഫൈഡ് ഏരിയ ഉണ്ട്, അതിനെയാണ് കസ്റ്റംസ് ഏരിയ എന്ന് പറയുന്നത്. അത് കസ്റ്റംസ് അതോറിറ്റീസ് ക്ലിയറൻസ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ മുമ്പ് ഈ ഗുഡ്സ് ഷിപ്പിൽ നിന്ന് അൺലോഡ് ചെയ്ത് വെക്കുന്ന ഏരിയയാണ് കസ്റ്റംസ് ഏരിയ എന്ന് പറയുന്നത്. അവിടുന്ന് പുറത്തേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ അത് ക്ലിയറൻസ് കിട്ടണം. അതാണ് ക്ലിയറൻസിന്റെ മുമ്പ് കീപ്പ് ചെയ്തിരിക്കുന്ന ഏരിയ, അതിനെയാണ് കസ്റ്റംസ് ഏരിയ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ എക്സ്പോർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഓർഡർ ഇഷ്യൂ ചെയ്യും. അതൊക്കെ പ്രോപ്പർ ഓഫീസറെ ചെയ്യുക. പ്രോപ്പർ ഓഫീസർ ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ എന്ന് പറയും, LEO എന്ന് പറയും. എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധനമാണെങ്കിൽ ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ കസ്റ്റംസ് ഓഫീസർ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോഴാണ്, അതുവരെ അത് കസ്റ്റംസ് ഏരിയ കിടക്കും. അത് കസ്റ്റംസ് ഏരിയയിൽ നിന്ന് എടുത്തിട്ട് അത് ഷിപ്പിലേക്ക് ലോഡ് ചെയ്യും. ഇമ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഷിപ്പിൽ നിന്ന് ഇറക്കിയിട്ട് കസ്റ്റംസ് ഏരിയയിലേക്ക് ഇറക്കി വെക്കും. അത് കസ്റ്റംസ് ഏരിയയിലാണ് വെക്കുന്നത്. കസ്റ്റംസ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ അത് കസ്റ്റംസ് ഓഫീസർ ക്ലിയറൻസ് വേണം. അപ്പൊ അതാണ് കസ്റ്റം എയർപോർട്ട്, പോർട്ട്, കസ്റ്റം ഏരിയ, കൺവെയർ. ഈ വേർഡ്സ് ഒക്കെ ഇനി ആക്ടിൽ പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അതേമാതിരി തന്നെ കസ്റ്റം സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റം സ്റ്റേഷൻ മീൻസ് കസ്റ്റം സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുന്ന. കസ്റ്റംസ് പോർട്ട് എന്ന് പറഞ്ഞാൽ അത് സീ പോർട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. പോർട്ട് ആണെങ്കിൽ ശരി, എയർപോർട്ട് ആണെങ്കിൽ ശരി, എനി ഇന്റർനാഷണൽ കൊറിയർ ടെർമിനൽ അല്ലെങ്കിൽ ലാൻഡ് കസ്റ്റം, ഇതിനെല്ലാം ജനറൽ ആയിട്ട് കസ്റ്റം സ്റ്റേഷൻ എന്ന് പറയും. ഓക്കെ, തൽക്കാലം ഇപ്പൊ നമുക്ക് ഡെഫിനിഷൻസ് അത്രയും മതി. ബാക്കി ഇനി ഓരോന്ന് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ നോക്കാനുള്ളത്, ഇതും കൂടെ നോക്കാം. അറൈവൽ മാനിഫെസ്റ്റോ 224. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ പ്രോപ്പർ ഓഫീസറിന്റെ കാര്യം പറഞ്ഞില്ലേ, അതേമാതിരി തന്നെ വേറൊരു ടേബിളിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത്, ഇപ്പൊ ഇമ്പോർട്ട് വരുന്ന സമയത്ത്
നമുക്ക് ഏത് വഴിയാണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ വെസൽ വഴി വരുന്നതുണ്ട്, പിന്നെ എയർക്രാഫ്റ്റ് വഴി വരുന്നുണ്ട്, പിന്നെ നമ്മളുടെ അതർ മോഡ്സ്, അതായത് ഇപ്പോൾ ലോറി വഴി വരികയാണെങ്കിൽ. ഇപ്പൊ വെസൽ വഴി വരികയാണെങ്കിൽ പ്രോപ്പർ ഇപ്പൊ ഒരു വെസല് USA വരിക, അപ്പം അതിപ്പം സപ്പോസ് അത് ബോംബെ പോർട്ടിലേക്ക് വരിക എന്ന് വെച്ചോളൂ. അപ്പൊ ബോംബെ പോർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ കപ്പലിന്റെ അകത്തുള്ള മാസ്റ്റർ ഓഫ് ദ വെസൽ ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം, POക്ക്. മാസ്റ്റർ ഓഫ് ദ വെസൽ POക്ക് ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഒരു മിനിറ്റ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ. അപ്പം ഈ മാസ്റ്റർ ഓഫ് ദ വെസല് പ്രോപ്പർ ഓഫീസർക്ക് ഒരു ഡോക്യുമെന്റ് കൊടുക്കണം. ആ ഡോക്യുമെന്റിനെ പറ്റി 3 തരത്തിലുള്ള ഡോക്യുമെന്റ് ആണ്. അതായത് ഡോക്യുമെന്റ്, അപ്പോൾ വെസൽ ആണെന്നുണ്ടെങ്കിൽ അയാൾ കൊടുക്കുന്ന മാസ്റ്റർ ഓഫ് ദ വെസൽ പ്രോപ്പർ ഓഫീസർക്ക് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് ഇമ്പോർട്ട് മാനിഫെസ്റ്റ്. ചിലപ്പോൾ ഇതിന് IGM എന്നും പറയും, ചില സ്ഥലത്ത് ഇതിന് IGM എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് ആണ്. ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എയർക്രാഫ്റ്റ് വഴിയാണ് വരുന്നതെങ്കിൽ അതിന് അറൈവൽ മാനിഫെസ്റ്റ് എന്ന് പറയും. എയർക്രാഫ്റ്റിന് നമ്മൾ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ എന്ന് പറയുന്ന വരി ഇവിടെ അറൈവൽ മാനിഫെസ്റ്റ് എന്ന് പറയും. ഇനി ലോറി വഴിയാണ് വരുന്നതെങ്കിൽ അതിന് ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറയും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ്, കാരണം ഈ വേർഡ്സ് മാറി മാറി വരും പല സ്ഥലത്ത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അറൈവൽ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ്, ഇമ്പോർട്ട് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് വെസൽ വഴി, അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറയും. മീൻസ് ദ മാനിഫെസ്റ്റ് ഓർ റിപ്പോർട്ട് റിക്വയർഡ് ടു ബി ഡെലിവേർഡ് അണ്ടർ സെക്ഷൻ 30. ഈ സെക്ഷൻ 30 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അപ്പൊ അറൈവൽ മാനിഫെസ്റ്റ് എന്താ, അത് സെക്ഷൻ 30 വേണമെങ്കിൽ ഇപ്പൊ നോക്കാം. ഇതിന്റെ കൂട്ടത്തില് സെക്ഷൻ 30 പറയുന്നത് സെക്ഷൻ 30 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺ ഇൻ ചാർജ്. ഇപ്പൊ നമുക്കത് വായിച്ച പെട്ടെന്ന് മനസ്സിലാവും ഹൂ ഈസ് മെൻ ബൈ എ പേഴ്സൺ ഇൻ ചാർജ് എന്ന്. പേഴ്സൺ ഇൻ ചാർജ് അത് വെസലിന്റെ പേഴ്സൺ ഇൻ ചാർജ് ആണെങ്കിലും ശരി, എയർക്രാഫ്റ്റിന്റെ ആണെങ്കിലും ശരി, വെഹിക്കിൾ ആണെങ്കിലും ശരി. നമുക്കറിയാം വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ആയിരിക്കും, എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പൈലറ്റ് ആയിരിക്കും, വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് ദ വെസൽ ആയിരിക്കും. ഇതിപ്പോ ഏത് മോഡാണെങ്കിലും ശരി, അതിന്റെ പേഴ്സൺ ഇൻ ചാർജ്, ഓക്കെ, പേഴ്സൺ ഇൻ ചാർജ് carrying the imported goods or export goods. അപ്പൊ നമുക്ക് തൽക്കാലം ഇമ്പോർട്ട് മാത്രമേ നോക്കാം. ഇപ്പൊ ഏത് മോഡാണെങ്കിലും ശരി, ആ ഇമ്പോർട്ടഡ് ഗുഡ്സ് ക്യാരി ചെയ്യുന്ന പേഴ്സൺ ഇൻ ചാർജ്, അല്ലെങ്കിൽ
പേഴ്സൺ ഇൻചാർജ് ആവണമെന്നില്ല, അല്ലെങ്കിൽ ബൈ നോട്ടിഫിക്കേഷൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. അല്ല, ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എനി അതർ പേഴ്സൺ സ്പെസിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അതിനാണ് നേരത്തെ നോട്ടിഫിക്കേഷൻ എന്തിനാണ് പഠിച്ചത്. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഏതൊരാളാണെങ്കിലും ശരി, അല്ലെങ്കിൽ നോർമലി അത് പേഴ്സൺ ഇൻചാർജ് ആയിരിക്കും. പേഴ്സൺ ഇൻചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് പറയാം, നോർമലി പേഴ്സൺ ഇൻചാർജ് ആയിരിക്കും. ഇൻ ദിസ് ബിഹാഫ് എന്ന് പറഞ്ഞാൽ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഷാൽ ഇൻ ദ കേസ് ഓഫ് എ വെസൽ ഓർ എൻ എയർക്രാഫ്റ്റ് ഡെലിവർ ടു ദ പ്രോപ്പർ ഓഫീസർ. പിന്നെ അതാണ് എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അറൈവൽ മാനിഫെസ്റ്റ്. ഇത് മറ്റേ ഇതുമാതിരി വായിക്കണം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാതിരി. വെസൽ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ്, ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ്. എങ്ങനെ ചെയ്യും? എന്താണ് ആ പേഴ്സൺ ഇൻചാർജ് ചെയ്യേണ്ടത്? ബൈ പ്രസന്റിങ് ഇലക്ട്രോണിക്കലി. ഇപ്പൊ ഇത് കസ്റ്റംസിന് പോർട്ടൽ ഉണ്ടാവും, ഇലക്ട്രോണിക് പോർട്ടൽ ഉണ്ടാവും, പ്രയർ ടു ദി അറൈവൽ ഓഫ് ദി വെസൽ ഓർ എയർക്രാഫ്റ്റ്. അപ്പൊ ഷിപ്പ് ആണെങ്കിൽ വെസൽ വരുന്നതിന്റെ മുമ്പ്, എയർക്രാഫ്റ്റ് ആണെങ്കിൽ അതിന്റെ അറൈവലിന് മുമ്പ് ഇലക്ട്രോണിക്കലി പ്രസന്റ് ചെയ്യണം. ആര്? ദ പേഴ്സൺ ഇൻചാർജ്. ദ പേഴ്സൺ ഇൻചാർജ് അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ ആസ് പ്രിസ്ക്രൈബ്ഡ് നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. പ്രോപ്പർ ഓഫീസർക്ക് ആ വെസൽ വരുന്നതിന് മുമ്പ് ഇലക്ട്രോണിക്കലി പ്രസന്റ് ചെയ്യണം. ആസ് ദ കേസ് മേ ബി. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ആസ് ദ കേസ് മേ ബി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അറൈവൽ മാനിഫെസ്റ്റ്, വെസൽ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ്. അതുകൊണ്ട് ആസ് ദ കേസ് മേ ബി എന്ന് പറഞ്ഞിരിക്കും. ഇനി ഇൻ ദ കേസ് ഓഫ് വെഹിക്കിൾ, ഇപ്പൊ ലോറി ആണെന്നുണ്ടെങ്കിൽ ആൻഡ് ഇമ്പോർട്ട് റിപ്പോർട്ട്. അതാണ് ഞാൻ നേരത്തെ 3 ഡിഫറെന്റ് ആയിട്ട് പറഞ്ഞത്. വെഹിക്കിൾ ആകുമ്പോൾ ഇമ്പോർട്ട് റിപ്പോർട്ടാണ്, ഇതാണെങ്കിൽ അറൈവൽ മാനിഫെസ്റ്റ് ആണ്. വെസൽ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ആണ്, ഇതാണെങ്കിൽ അറൈവൽ മാനിഫെസ്റ്റ് ആണ്. അപ്പൊ വെഹിക്കിൾ ആകുമ്പോൾ ഇമ്പോർട്ട് റിപ്പോർട്ട് വിത്തിൻ 12 hours ആഫ്റ്റർ ഇറ്റ്സ് അറൈവൽ ഇൻ ദ കസ്റ്റം സ്റ്റേഷൻ. കസ്റ്റം സ്റ്റേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡെഫിനിഷനിൽ നോക്കി. അപ്പം എന്താ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? വെസലോ എയർക്രാഫ്റ്റോ ആണെങ്കിൽ അത് വരുന്നതിന് മുമ്പ് തന്നെ ആ പേഴ്സൺ ഇൻചാർജ് ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്തിരിക്കണം. ഇനി റോഡ് വഴി ഒരു വെഹിക്കിൾ ആണ് വരുന്നത് എങ്കിൽ അത് കസ്റ്റം സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം 12 മണിക്കൂറിനുള്ളിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കണം. ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറിക്കൊക്കെ ആണെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ടാണ്. കസ്റ്റം സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ വിത്തിൻ 12 hours കൊടുക്കണം. ഇൻ സച്ച് ഫോം ആൻഡ് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്. അതൊക്കെ ഗവൺമെന്റ് അതിനൊക്കെ പ്രിസ്ക്രൈബ്ഡ് ഫോംസ് ഉണ്ടാവും, അത് പ്രകാരം ചെയ്യുക. ആൻഡ് ഈഫ് ദ അറൈവൽ മാനിഫെസ്റ്റ് ഓർ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ഓർ ദി ഇമ്പോർട്ട് റിപ്പോർട്ട്, അത് ഓരോ കേസിനുള്ളതാണ്. or any part thereof is not delivered to the proper officer within the time specified in this subsection, and if the proper officer is satisfied that there was no sufficient cause for delay. In case ഈ പ്രോപ്പർ ഓഫീസർക്ക് ഈ പേഴ്സൺ ഇൻചാർജ് എയർക്രാഫ്റ്റോ വെസലോ ആണെങ്കിൽ അതിന് മുമ്പ് ഇലക്ട്രോണിക്കലി ചെയ്യണം. റോഡ് മാർഗം വേറെ ഏതെങ്കിലും വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂറിന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈഫ് നോട്ട് ഡെലിവേർഡ് ടു ദ പ്രോപ്പർ ഓഫീസർ, എന്നിട്ട് പ്രോപ്പർ ഓഫീസറെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനും പറ്റുന്നില്ല, there is no sufficient cause, ഡിലേക്ക് സഫീഷ്യന്റ് കോസ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ, അയാളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ ഇൻ ചാർജ് or other person referred to in this section, ആരാണോ ആ ഡിലേ ചെയ്യിച്ചത് ആ പേഴ്സൺ ഇൻ ചാർജ് വിളിക്കുന്നത് പെനാൽറ്റി കൊടുക്കാൻ പറ്റും 50,000 rupees വരെ. അപ്പൊ അത്രയും പോയിന്റ്സ് അതിൻ്റെ അകത്ത് ഓർത്തിരിക്കണം. ഓക്കെ, അതായത് ഒരു ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കടലിലേക്ക് ഒരു ഷിപ്പ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആയിട്ട് വരുമ്പോൾ അതിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അതിലെ പേഴ്സൺ ഇൻ ചാർജ്, അതായത് മാസ്റ്റർ ഓഫ് ദ വെസൽ, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് വഴിയാണ് വരുന്നതെങ്കിൽ അതിലെ പൈലറ്റ് ഇൻ ചാർജ് ആ കൺസേൺഡ് പോർട്ടിലെ കസ്റ്റം സ്റ്റേഷനിലെ പ്രോപ്പർ ഓഫീസറെ ഇലക്ട്രോണിക്കലി വഴി ഈ അറൈവൽ മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. വെഹിക്കിൾ ആണ് വരുന്നതെങ്കിൽ വന്ന് കസ്റ്റം സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം 12 മണിക്കൂറിനുള്ളിൽ അത് പ്രോപ്പർ ഓഫീസർക്ക് അത് കൊടുത്തിരിക്കണം, ഡോക്യുമെന്റ് ഇമ്പോർട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 50,000 രൂപ വരെ, നോട്ട് എക്സീഡിങ് 50,000 രൂപയിൽ കവിയാത്ത പനിഷ്മെന്റിന് അയാളെ ലയബിൾ ആക്കാൻ പറ്റും ആ പേഴ്സൺ ഇൻ ചാർജിനെ. ഇനി ഇതിൻ്റെ അകത്ത് ഒരു പ്രൊവൈസോ പറഞ്ഞിട്ടുണ്ട്. പ്രൊവൈസോ പറഞ്ഞിരിക്കുന്നത് PCC ഓർ CC, അതായത് പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ്. ഇപ്പൊ അയാൾക്ക് തോന്നുകയാണ് ഇപ്പം ഇത് ഇലക്ട്രോണിക്കലി പ്രസന്റ് ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മാനറിൽ അവരത് ചെയ്യാൻ അത് അനുവദിക്കണം, PCC ഓർ CC. അത് അങ്ങനെ ഡെലി ഈസ് നോട്ട് ഫീസിബിൾ ടു പ്രസന്റ് ഇലക്ട്രോണിക്കലി, അതിനുള്ള വേറെയുള്ള മാർഗങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. ഇനി ഇനി ആരാണോ ഇത് ചെയ്യുന്നത്, അതായത് ഇപ്പൊ പേഴ്സൺ ഇൻ ചാർജ് അറൈവൽ മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ഇമ്പോർട്ട് റിപ്പോർട്ടിന്റെ ഫൂട്ടിൽ അതിന്റെ താഴെ മേക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു എ ഡിക്ലറേഷൻ, അതിന്റെ താഴെ അത് എന്തിനാ ചെയ്യുന്നത്, കാരണം എന്താണ് ഈ ഗുഡ്സ് വരുന്നത് എന്നുള്ളതിന് അതിന്റെ
ട്രൂത്ത് ഓഫ് ദ കോണ്ടന്റ്. ഈ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റോ പറഞ്ഞാൽ എന്തൊക്കെയാണ് ആ ഗുഡ്സ് വരാൻ പോകുന്നതെന്ന് പ്രോപ്പർ ഓഫീസറെ ആദ്യമേ അറിയിക്കുകയാണ്. അപ്പൊ അതിന്റെ മേക്ക് ആൻഡ് സബ്സ്ക്രൈബ്, അതിന്റെ അകത്ത് ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ഇതിന്റെ അകത്ത് ഈ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റോയിൽ അല്ലെങ്കിൽ അറൈവൽ മാനിഫെസ്റ്റോയിൽ അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന കോണ്ടന്റ്സ് എല്ലാം ട്രൂ ആണെന്നുള്ള ഒരു ഡിക്ലറേഷൻ മേക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ ഫൂട്ടിൽ, അതിന്റെ താഴെ ആര്, ഈ പേഴ്സൺ ഡെലിവറിംഗ് ആരാണ്, ഈ പേഴ്സൺ ഇൻ ചാർജ്. ഇനി ഇഫ് ദ പ്രോപ്പർ ഓഫീസർ ഇസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ, അറൈവൽ മാനിഫെസ്റ്റ്, ഇമ്പോർട്ട് മാനിഫെസ്റ്റ്, ഇമ്പോർട്ട് റിപ്പോർട്ട് എന്തെങ്കിലും രീതിയിൽ അത് ഇൻകറക്റ്റ് ആണ്, ഇൻകംപ്ലീറ്റ് ആണെന്ന് തോന്നുകയാണ്, അയാൾക്ക് ഫ്രോഡിലന്റ് ഇന്റൻഷൻ ഒന്നും ഇല്ലാന്ന് അയാൾ സാറ്റിസ്ഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് അമെൻഡ് ചെയ്യുകയും ചെയ്യാം, സപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യാം. അതായത് ഇപ്പൊ ഇത് ഇറക്കി കഴിയുമ്പോൾ ഇവരിത് മാച്ച് ചെയ്യും, അതിലുള്ള ഗുഡ്സ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറൈവൽ മാനിഫെസ്റ്റോ നേരത്തെ വന്നു കഴിഞ്ഞാൽ പ്രോഹിബിറ്റഡ് ഗുഡ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് പ്രോപ്പർ ഓഫീസർക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. പ്രോഹിബിറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ ചില ഗുഡ്സ് ഉണ്ട്, അതും ഇതിന്റെ അകത്ത് ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രോഹിബിറ്റഡ് ഗുഡ്സ് ആണോ വരുന്നത്, എങ്ങനെ എന്തൊക്കെ ഗുഡ്സാ വരുന്നത് എന്നുള്ള ആദ്യമേ പ്രോപ്പർ ഓഫീസർക്ക് ഒരു ഇൻഡിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇൻ കേസ് അയാൾക്ക് ഏതെങ്കിലും ഒരു ഗുഡ്സ് വിട്ടുപോയി, അപ്പൊ പിന്നീട് അയാൾക്ക് തോന്നുകയാണ് ഫ്രോഡിലന്റ് ഇന്റൻഷൻ ഒന്നും ഇല്ല എന്ന് അയാൾക്ക് തോന്നുകയാണെങ്കിൽ, അയാൾക്ക് സാറ്റിസ്ഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റോ അറ്റ് എ ലേറ്റർ പോയിന്റ് ഇൻ ടൈം അമെൻഡ് ചെയ്യിക്കാനും സപ്ലിമെന്റ് ചെയ്യിക്കാനും ഒക്കെ പെർമിറ്റ് ചെയ്യാനുള്ള അതോറിറ്റി പ്രോപ്പർ ഓഫീസർക്ക് ഉണ്ട്. അവർ പെർമിറ്റ് ചെയ്യും, അത് വേണമെങ്കിൽ അമെൻഡ് ചെയ്യാം. അതാണ് സെക്ഷൻ 30. അപ്പൊ സെക്ഷൻ 30 ഓഫ് ദ കസ്റ്റംസ് ആക്ട് നോക്കിക്കൊണ്ടു. ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത്, മെയിൻ ആയിട്ട് ഇതിന്റെ അത് മനസ്സിലാക്കേണ്ട ഇതാണ്, 12 hours ആഫ്റ്റർ റോഡ് മാർഗം വഴി വരികയാണെന്നുണ്ടെങ്കിൽ, മറ്റേത് വരുന്നതിന്റെ മുമ്പ് തന്നെ ഇമ്പോർട്ട് മാനിഫെസ്റ്റോ ഫയൽ ചെയ്യണം, ഗുഡ്സ് പോർട്ടിൽ എത്തുന്നതിന്റെ മുമ്പ്. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 50,000 രൂപയിൽ എക്സീഡ് ചെയ്യാത്ത ഫൈൻ കൊടുക്കാൻ പറ്റും. പ്രോപ്പർ ഓഫീസർക്ക് ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് PCCയുടെയോ CCയുടെയോ ഇത് വെച്ചിട്ട് വേറെ ഏതെങ്കിലും മാർഗം വഴി ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഫുട്ട് ഓഫ് ദ ഇതില് ഡിക്ലറേഷൻ കൊടുക്കണം, അതിന്റെ കോണ്ടന്റ്സ് ഒക്കെ ട്രൂ ആണെന്നുള്ളത്. പിന്നെ ഫ്രോഡിലന്റ് ഇന്റൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അമെൻഡ് ചെയ്യിക്കാനുള്ള പെർമിഷൻ കൊടുക്കാം. ഓക്കെ, അതാണ് സെക്ഷൻ 30. ഇനി ഇതിന്റെ അകത്ത് പ്രോഹിബിറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ ഉണ്ട്, അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഡെഫിനിഷൻസ് അവസാനിപ്പിക്കാം. എന്താണ് പ്രോഹിബിറ്റഡ് ഗുഡ്സ്? അത് 233 പറയുന്നുണ്ട്. എന്താണ് പ്രോഹിബിറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുഡ്സ് വിച്ച് ആർ ഇമ്പോർട്ട് ആണെങ്കിൽ ശരി, അത് ചിലത് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാനും പറ്റില്ല, ചിലത് ഇമ്പോർട്ട് ചെയ്യാനും പറ്റില്ല. ഗുഡ്സ് ദ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഓഫ് വിച്ച് ഈസ് സബ്ജക്ട് ടു എനി പ്രോഹിബിഷൻ അണ്ടർ ദ ആക്ട് പറയുന്നുണ്ട്. ഈ ഇങ്ങനെ അതിനാണ് ഒരുപാട് റൂൾസും റെഗുലേഷൻസും നോട്ടിഫിക്കേഷൻസും ഒക്കെ ഉണ്ട്. ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഈ ഗുഡ്സ് ഒന്നും ഇമ്പോർട്ട് ചെയ്യരുത്, എക്സ്പോർട്ട് ചെയ്യരുത്. അതൊക്കെയാണ് പ്രോഹിബിറ്റഡ് ഗുഡ്സിൽ പറയുക. അത് മാത്രമല്ല, ചില കേസസിൽ കണ്ടീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ചില അബ്സല്യൂട്ട് പ്രോഹിബിഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവും കണ്ടീഷൻ സബ്ജക്ട് ടു വിച്ച് ദ ഗുഡ്സ് ആർ പെർമിറ്റഡ് ടു ബി ഇമ്പോർട്ടഡ് ഓർ എക്സ്പോർട്ടഡ് ഹാവ് ബീൻ കംപ്ലൈഡ് വിത്ത്. ചില ഗുഡ്സിന് ചില കണ്ടീഷൻ, ആ കണ്ടീഷൻസ് കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെ കണ്ടീഷൻസ് കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അതാണ്, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി സച്ച് ഗുഡ്സ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ കണ്ടീഷൻസ്. ചില ഗുഡ്സ് അബ്സല്യൂട്ട്ലി പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലത് പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ടാവും till the point the conditions are not fulfilled. Once the conditions are fulfilled, അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനോ പറ്റും. അതുകൊണ്ടാണ് but does not include എന്ന് എഴുതിയിരിക്കുന്നത്. The conditions subject to which the goods are permitted to be imported or exported have been complied with. Okay, അപ്പോൾ അതാണ്. അത് വെച്ചിട്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ ഡെഫിനിഷൻസ് നിർത്താം. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, എല്ലാം ഒന്നും ഓരോന്ന് ആവശ്യം വരുമ്പോൾ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ആയിട്ട് ചില കാര്യങ്ങൾ, ബിൽ ഓഫ് എൻട്രി എന്താ, ബിൽ ഓഫ് ലേഡിങ് എന്താ എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഇത്രയും ഡെഫിനിഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി പറയുന്നത് എന്താണെന്നുള്ളത് ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഡെഫിനിഷൻസ് നോക്കിയത്. അപ്പം ഇനി ഒരു കസ്റ്റംസ് പോർട്ടിലെ പ്രൊസീജിയർ, ഇമ്പോർട്ടിന്റെ ചില പ്രൊസീജിയേഴ്സ് നോക്കാം. ഇമ്പോർട്ട് പ്രൊസീജിയർ. അപ്പം ഫസ്റ്റ് നോക്കുന്നത് അറൈവൽ ഓഫ് ഗുഡ്സ് അറ്റ് ഇന്ത്യൻ കസ്റ്റംസ് പോർട്ട്. അറൈവൽ ഓഫ് ഗുഡ്സ് ഒരു ഇന്ത്യയിലെ ഒരു കസ്റ്റംസ് പോർട്ട് എന്താന്ന് ഇപ്പം ഡെഫിനിഷൻ നോക്കിയപ്പോൾ മനസ്സിലായല്ലോ, ഇന്ത്യൻ കസ്റ്റംസ് പോർട്ട്. കസ്റ്റംസ് പോർട്ടിൽ ചില ഗുഡ്സ് വന്നു. ഓക്കെ, അപ്പൊ അത് എന്ത് പ്രൊസീജിയറാണ് അതിന് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം സപ്പോസ് ഇത് USA, ഇതാണ് ഫോറിൻ കൺട്രി, ഇവിടെ ഇന്ത്യയാണ്.
ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് മുഴുവൻ വെള്ളം, ഇത് മുഴുവൻ സീ ആണ്, ഇവിടെ സീ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ടാവും. അപ്പൊ യു എസ് എന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്, ഇന്ത്യയിൽ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പൊ ദിസ് ഇസ് ഇമ്പോർട്ടേഷൻ. സോ വാട്ട് ഈസ് മെന്റ് ബൈ ഇമ്പോർട്ടേഷൻ എന്ന് നമ്മൾ നോക്കി, അതായത് ഗുഡ്സ് ടേക്കൺ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു ഇന്ത്യ, അതാണ് ഇമ്പോർട്ടേഷൻ. അപ്പൊ ഇവിടെ ഈ യു എസ് എയില് ഒരു ഫാക്ടറി ഉണ്ടാവും. ഇതാണ് ഫാക്ടറി എന്ന് ചോദിക്കുക. അവരുടെ ഫാക്ടറിന്ന് ചില ഗുഡ്സ് അവരുടെ ഇത് ഫാക്ടറിയുടെ ഔട്ട്സൈഡ് ആണ്. ഇതിനെയാണ് എക്സ് ഫാക്ടറി എന്ന് പറയുന്നത്. ഈ എക്സ് ഫാക്ടറിയിൽ നിന്ന് ഗുഡ്സ് ട്രക്ക് വഴി ഇത് യു എസ് എയിലെ ഒരു പോർട്ടാന്ന് വെക്കുക, അവരുടെ ഒരു കസ്റ്റംസ് പോർട്ടാന്ന് വെക്കുക. അപ്പൊ ഇവിടേക്ക് ഗുഡ്സ് എത്തി ഇതിനെ ഇവിടെ, അപ്പൊ ഈ ഗുഡ്സിന് പല വാല്യൂസ് ഉണ്ടാവും. ഫാക്ടറിയുടെ പുറത്തുള്ള അതിനെ വാല്യൂനെയാണ് FOB എന്ന് പറയുന്നത്. സോറി, FOB അല്ല, എക്സ് ഫാക്ടറി പ്രൈസ്. ഒരു ഗുഡ്സിന്റെ പ്രൈസ് അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ ഫാക്ടറി, അതിനെയാണ് എക്സ് ഫാക്ടറി പ്രൈസ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് ഗുഡ്സ് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യണമല്ലോ. അത് ട്രാൻസ്പോർട്ട് ചെയ്ത് അത് അവരുടെ കസ്റ്റം സ്റ്റേഷനിലെത്തും. കസ്റ്റം സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് അവരുടെ ഷിപ്പ് ഇവിടെ ഉണ്ടാവും. അവരുടെ ഷിപ്പിലേക്ക് ഇതിനെ എടുത്തു വയ്ക്കും. ഷിപ്പിലേക്ക് കയറ്റി കഴിയുമ്പോൾ അതിനെ നമ്മൾ FOB എന്ന് പറയും, ഫ്രീ ഓൺ ബോർഡ്. FOB എന്ന് പറഞ്ഞാൽ ഫ്രീ ഓൺ ബോർഡ് ആണ്. ഫ്രീ ഓൺ ബോർഡ്. എന്നിട്ട് ഈ ഷിപ്പ് ട്രാവൽ ചെയ്ത് ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യയിൽ ഒരു കസ്റ്റംസ് പോർട്ട് ഉണ്ടാവും. ഒരു ബോംബെ പോർട്ടാന്ന് വെക്കുക. അപ്പം ഈ ഷിപ്പ് ഇതുവഴി ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ഇവിടത്തെ പ്രൈസ്, കസ്റ്റംസ് പോർട്ടിൽ എത്തുമ്പോഴുള്ള പ്രൈസിനെയാണ് CIF എന്ന് പറയുന്നത്. കാരണം ഇത് ഇവിടം വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതിന് ഫ്രൈറ്റ് ചാർജ് കൊടുക്കണം. അപ്പൊ ഈ FOBയുടെ കൂടെ ഈ ഫ്രൈറ്റ് ചാർജ് ആഡ് ചെയ്ത് പിന്നെ അതിന് ഇൻഷുറൻസ് ഉണ്ടാവും. അതാണ് ഈ FOBയെ ആണ് ഇതിലെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ C എന്ന് പറയുന്നത് ഇവിടുത്തെ FOB ആണ്, ഫ്രീ ഓൺ ബോർഡ് പ്രൈസ് ആണ്. അതിന്റെ കൂടെ ഇൻഷുറൻസ് ഫ്രൈറ്റ് Fഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും ദിസ് ഈസ് FOB പ്ലസ് ഫ്രൈറ്റ് പ്ലസ് ഇൻഷുറൻസ്. അതിനെയാണ് CIF എന്ന് പറയുന്നത്. അപ്പൊ ഈ CIF വാല്യൂവിന്റെ മുകളിലാണ് കസ്റ്റംസ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് US എന്ന് കയറ്റി വിടുമ്പോൾ ആ ഷിപ്പിൽ കയറ്റി കഴിയുമ്പോൾ ഫ്രീ ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ ആ കപ്പലിന്റെ മുകളിൽ കയറി, അതാണ് FOB. പിന്നെ വരാനുള്ള ഫ്ലൈറ്റും ഇൻഷുറൻസും ഒക്കെ കയറ്റി കഴിയുമ്പോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയിലുള്ള CIF വാല്യൂ കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കപ്പൽ വഴി വരുന്ന സമയത്ത് നമ്മളുടെ ഇവിടെ ഒരു എന്താ പറയാ, ഇവിടെ നമ്മുടെ കസ്റ്റംസ്, ഇതാണ് ഇന്ത്യൻ പോർട്ട്. ഇവിടെ നമ്മുടെ കസ്റ്റംസ് ഓഫീസ് ഉണ്ടാവും. ബോംബെയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കസ്റ്റംസ് ഓഫീസ് ഉണ്ടാവും. കസ്റ്റംസ് ഓഫീസിന്റെ അകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടാവും, PO. അയാളാണ് പ്രോപ്പർ ഓഫീസർ എന്ന് പറയാം. അപ്പൊ ഈ ഷിപ്പ് ഇങ്ങനെ വരുന്ന സമയത്ത്, ഷിപ്പ് ഇങ്ങനെ സപ്പോസ് ഇവിടെ എത്തിന്ന് വെക്കുക. ഷിപ്പ് ഇപ്പം ബോംബെ വലിയ ഷിപ്പ് ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടാവും. വലിയ ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് പോർട്ട് വരെ വരണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പോർട്ട് ബിസി ആയിരിക്കും. ഇത്രയും വലിയ ഷിപ്പിന് ഇവിടെ നിർത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അതിനാണ് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, ലൈറ്ററേജ് ഓർ ബാർജ് എന്ന് പറഞ്ഞിട്ട്. ലൈറ്ററേജ് ഓർ ബാർജ് എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിൽ ഇപ്പൊ ബോംബെ പോയിട്ട് ചിലപ്പോൾ ഈ ഷിപ്പ് ചിലപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഷിപ്പായിരിക്കും. അപ്പൊ അവർക്ക് ഇവിടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ചില ഗുഡ്സ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ചെറിയ ഷിപ്പുകൾ ഇവിടെ നിർത്തും. അതിനാണ് ബാർജ് അല്ലെങ്കിൽ ലൈറ്ററേജ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ ഇറക്കേണ്ട സാധനങ്ങൾ മുഴുവൻ ഈ ചെറിയ ഷിപ്പിലേക്ക് ഇറക്കും. ഓക്കെ, അതിനാണ് ലൈറ്ററേജ് ഓർ ബാർജ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്നിട്ട് ഇവര് ചെന്നിട്ട് ഇത് കസ്റ്റംസ് പോർട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ബാർജിനുള്ള ചാർജ് ഇത്രയാണ്, പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ലൈറ്ററേജിന്റെ കോസ്റ്റ് ഇത്രയാണ്. അപ്പൊ ശരിക്കും ആ ലൈറ്ററേജിന്റെ കോസ്റ്റ് കൂടെ നമ്മൾ ഇൻഷുറൻസ് ആൻഡ് ഫ്ലൈറ്റിലേക്ക് ആഡ് ചെയ്ത് ചേർക്കണം. കാരണം ഇത് ശരിക്കും പോർട്ടിൽ എത്തിയിട്ടില്ല, പക്ഷെ ഇത് പുറമെ നിന്നിട്ട് അവിടെ ആങ്കർ ചെയ്ത് നിർത്തും ഈ ഷിപ്പിനെ. എന്നിട്ട് ഈ ലൈറ്ററേജ് ഓർ ബാർജിലേക്ക് കയറ്റിയിട്ട് അത് കസ്റ്റംസ് പോർട്ടിലേക്ക് വരും. അപ്പൊ ഈ ലൈറ്ററേജ് ഓർ ബാർജിന് എന്താന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇത് ലൈറ്ററേജ് ഓർ ബാർജിലേക്ക് ഇറക്കിയിട്ട് ഈ ഷിപ്പ് നേരെ ചിലപ്പോൾ ഓസ്ട്രേലിയയിലേക്കോ വേറെ എവിടേക്കാ പോകേണ്ടത് വെച്ചാൽ ആ ഷിപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് പോകും. ചെറിയ ഷിപ്പാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നേരിട്ട് പോർട്ട് വരെ വരും. അപ്പൊ ലൈറ്ററേജ് ഓർ ബാർജിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇനി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സെക്ഷൻ 30 പഠിച്ച മാതിരി
ഈ ഷിപ്പിന്റെ പേഴ്സൺ ഇൻ ചാർജ് ആരാ? മാസ്റ്റർ ഓഫ് ദ വെസൽ. മാസ്റ്റർ ഓഫ് ദ വെസൽ നേരെ ഒരു ഇലക്ട്രോണിക്കലി ആണ് ചെയ്യുന്നത്. പണ്ടൊക്കെ കൊടുക്കുക ചെയ്തിരുന്നത്. ഇലക്ട്രോണിക്കലി അയാൾ ഈ പ്രോപ്പർ ഓഫീസർക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് എന്ത് ഫയൽ ചെയ്തിട്ടുണ്ടാവും? അതിനെയാണ് IGM എന്ന് പറയും. ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് ഫയൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഈ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് നമ്മൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കേസിൽ ലൈറ്ററേജ് ഓർ ബാർജ് ഇല്ലാന്ന് വെക്കുക. അതായത് പോർട്ടിലേക്ക് നേരിട്ട് വരാൻ പോകും. അത്ര വലിയ ഷിപ്പൊന്നുമല്ല, പോർട്ടിൽ സ്പേസ് ഉണ്ട്, വരാൻ പോകുന്ന ഷിപ്പാണ്. അപ്പോൾ വരുന്നതിന്റെ മുമ്പ് ഇതിന്റെ മാസ്റ്റർ ഓഫ് ദ വെസൽ ഒരു IGM ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്തു. അപ്പോൾ പ്രോപ്പർ ഓഫീസർ വിൽ ഗോ ത്രൂ ദ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ്. അതിലൂടെ നോക്കിയിട്ട് ഇയാൾ ഈ കസ്റ്റംസ് ഓഫീസർക്ക് ഇത് കൊടുക്കുമ്പോൾ ഇയാൾ തിരിച്ചൊരു ഡോക്യുമെന്റ് ഇങ്ങോട്ടേക്ക് വിടും, മാസ്റ്റർ ഓഫ് ദ വെസൽ. ആ തിരിച്ചു വിടുന്ന ഡോക്യുമെന്റിന് ഒരു പേരുണ്ട്. അതിന്റെ പേരാണ് ഗ്രാന്റ് ഓഫ് എൻട്രി ഇമ്പോർട്ട്. ഗ്രാന്റ് ഓഫ് എൻട്രി ഇമ്പോർട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഇത് മനസ്സിലാക്കണം. അതായത് GOEI, ഗ്രാന്റ് ഓഫ് എൻട്രി ഇമ്പോർട്ട്. ഇതാണ്. ഈ ഡോക്യുമെന്റ് ഇല്ലാതെ ഇവർക്ക് പോർട്ടിലേക്ക് ഇത് ഷിപ്പ് അടുപ്പിക്കാൻ പറ്റില്ല. ഇനി അഥവാ അടുപ്പിച്ചാൽ തന്നെ ഗുഡ്സ് ഇറക്കാൻ പറ്റില്ല. ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിപ്പ് ആകുമ്പോൾ ഗ്രാന്റ് ഓഫ് എൻട്രി ഇമ്പോർട്ട് ഇല്ലാതെ അവർക്ക് പോർട്ടിൽ തന്നെ കയറാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷെ എയർക്രാഫ്റ്റ് വഴിയാണ് സാധനം വരുന്നതെങ്കിൽ ഇത് എയർക്രാഫ്റ്റ് നമുക്ക് ആകാശത്ത് നിർത്തിയിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ താഴോട്ട് ഇറങ്ങും, കസ്റ്റംസ് പോർട്ടിലോട്ട് എയർപോർട്ടിലോട്ട് അവർ ഇറങ്ങും. പക്ഷെ അത് അവിടെ പിടിച്ചിടും. ഈ ഗുഡ്സ് ഇതിന്റെ താഴോട്ട് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഗ്രാന്റ് ഓഫ് എൻട്രി ഇമ്പോർട്ട് വേണം. പക്ഷെ ഷിപ്പിന്റെ കേസിൽ ശരിക്കും ഗ്രാന്റ് ഓഫ് എൻട്രി ഇമ്പോർട്ട് ഇല്ലാതെ അവർക്ക് പോർട്ടിലോട്ട് തന്നെ കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് മുമ്പേ ഫയൽ ചെയ്യണം എന്ന് പറയുന്നത്. അതാണ് ഷിപ്പിന്റെ എയർക്രാഫ്റ്റിന്റെ കേസിൽ ഇത് മുമ്പേ ഫയൽ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ റോഡ് വഴി വരികയാണെന്നുണ്ടെങ്കിൽ അത് 12 hours കഴിഞ്ഞിട്ട് ഫയൽ ചെയ്താൽ. അപ്പൊ ഈ രണ്ട് ഡോക്യുമെന്റ് IGM will be filed electronically by the person in charge, master of the vessel, to the proper officer. അയാൾ അങ്ങോട്ടേക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർ ഓഫീസർ ആ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യും. അതിന്റെ അകത്ത് പ്രോഹിബിറ്റഡ് ഗുഡ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കും. എന്നിട്ട് അതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി, അതിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾ ഗ്രാന്റ് ചെയ്യും. അതാണ് G എന്ന് പറഞ്ഞാൽ ഗ്രാന്റ്. എന്താണ് ഗ്രാന്റ് ചെയ്യുന്നത്? എൻട്രി ഇമ്പോർട്ട്. ഗ്രാന്റ് ഓഫ് എൻട്രി ഇമ്പോർട്ട്. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ട് അല്ല കേട്ടോ, സോറി, ഇമ്പോർട്ട് എൻട്രി ഇൻവേർഡ് എന്നാണ്. അതായത് ഉള്ളിലോട്ട് എൻറ്റർ ചെയ്യാം എന്നുള്ളത്. എൻട്രി ഇൻവേർഡ്, അതാണ് GOEI. അപ്പൊ IGM അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് GOEI, ഗ്രാന്റ് ഓഫ് എൻട്രി ഇൻവേർഡ്. യു ക്യാൻ എൻറ്റർ ഇൻവേർഡ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഗ്രാന്റ് ഓഫ് എൻട്രി ഇൻവേർഡിന്റെ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കസ്റ്റംസ് ഏത് ദിവസത്തെ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് എടുക്കേണ്ടത്, ഏത് ദിവസം എക്സ്ചേഞ്ച് റേറ്റ് ആണ് എടുക്കേണ്ടത് എന്നൊക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ GOEI. സോ GOEI ഇസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. എന്നാണ് പ്രോപ്പർ ഓഫീസർ മാസ്റ്റർ ഓഫ് ദ വെസലിന് ഇൻവേർഡ് എൻറ്റർ ചെയ്യാനുള്ള പെർമിഷൻ ഗ്രാന്റ് ചെയ്തത്. അത് GOEI ഡോക്യുമെന്റിന്റെ ഡേറ്റ് ഓഫ് GOEI ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഈ കസ്റ്റംസ് ഓഫീസ് ഇതൊരു കസ്റ്റംസ് പോർട്ടാന്ന് പറഞ്ഞല്ലോ. ഇതൊരു കസ്റ്റംസ് പോർട്ടാണ്. ആരാണിത് കസ്റ്റംസ് പോർട്ടാന്ന് നോട്ടിഫൈ ചെയ്യുന്നത്? CBIC ആണ്. ഓക്കെ, അതുമൊക്കെ മനസ്സിലാക്കി വെക്കുക. കസ്റ്റംസ് അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വൺസ് ഈ ഗ്രാന്റ് ഓഫ് എൻട്രി ഇൻവേർഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഗ്രാന്റ് ഓഫ് എൻട്രി ഇൻവേർഡ് കിട്ടിക്കഴിഞ്ഞാൽ പോർട്ട് അകത്തോട്ട് കയറി വരും. അതായത് പോർട്ടിലോട്ട് അടുപ്പിക്കും. എന്നിട്ട് ഗ്രാന്റ് ഓഫ് എൻട്രി ഇൻവേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ മാസ്റ്റർ ഓഫ് ദ വെസൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഗുഡ്സ് മുഴുവൻ ആ ഷിപ്പിൽ നിന്ന്, ആ വെസലിൽ നിന്ന് താഴോട്ടേക്ക് ഇറക്കും. ആ ഇറക്കാനുള്ള പെർമിഷൻ ആണ് ശരിക്കും ഗ്രാന്റ് ഓഫ് എൻട്രി ഇൻവേർഡ്. അകത്ത് വരാനും ഇത് ഇറക്കാനും. ഇത് ഇറക്കിയിട്ട് എവിടെ വെക്കും? അതിന് ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ട്. ആ ഏരിയയുടെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ് ആ ഏരിയയുടെ പേര്? കസ്റ്റംസ് ഏരിയ. ഇതിന്റെ എല്ലാ ഡെഫിനിഷൻസും നമ്മൾ നേരത്തെ നോക്കി. ആ കസ്റ്റംസ് പോർട്ട് CBIC പറഞ്ഞിട്ടുള്ള കസ്റ്റംസ് പോർട്ടിലേ ഇവര് വരാവൂ. അങ്ങനെ വരുന്നതിന് മുമ്പ് അവര് പ്രോപ്പർ ഓഫീസറെ IGM കൊടുക്കണം, ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യണം. പ്രോപ്പർ ഓഫീസർ തിരിച്ച് GOEI കൊടുക്കണം, ഗ്രാന്റ് ഓഫ് എൻട്രി ഇൻവേർഡ് കൊടുക്കണം. അങ്ങനെ ഗ്രാന്റ് ഓഫ് എൻട്രി ഇൻവേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കപ്പൽ എടുത്ത് അടുപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധനങ്ങൾ ഇറക്കാം. അതിൻ്റെ അത് ഗുഡ്സ് ഇറക്കാൻ പറ്റും. ഗുഡ്സ് എന്താന്നുള്ളത് നമ്മൾ നോക്കി. 5 കാര്യങ്ങൾ ഓരോ വേർഡും അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ ആക്ടിലുള്ള. പ്രോപ്പർ ഓഫീസർ എന്താണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് ഓടിച്ചു പോയത്. അങ്ങനെ ഇതെല്ലാം ഇറക്കും. എവിടെയെങ്കിലും ഇറക്കിയിടാൻ പറ്റില്ല, കസ്റ്റംസ് ഏരിയയിലേ ഇറക്കാൻ പറ്റുള്ളൂ. കസ്റ്റംസ് ഏരിയയിൽ ഈ ഗുഡ്സ് മുഴുവൻ ഇറക്കി കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവിടെ ഒരാളുണ്ട്. അയാളെയാണ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്.
കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ കസ്റ്റംസ് ഏരിയന്റെ കസ്റ്റഡി ഉള്ള ആളാണ് കസ്റ്റോഡിയൻ. അയാളെ PCC ഒക്കെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആ കസ്റ്റോഡിയന്റെ ചാർജ്. ഈ കസ്റ്റോഡിയൻ എന്നുള്ള വേർഡ് ഓർക്കണം. എന്താ? ഹു ഈസ് ദ കസ്റ്റോഡിയൻ? Custodian is a person who is in custody of the goods which are unloaded and kept in the customs area. അപ്പോൾ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവര് മാസ്റ്റർ ഓഫ് ദ വെസൽ ഇതെല്ലാം കൂടെ ഇറക്കിയിട്ട് ആ കസ്റ്റംസ് സ്റ്റേഷനിൽ വെക്കും, കസ്റ്റംസ് ഏരിയയിൽ വെക്കും. ആൻഡ് till the point it is removed from the customs area, it is in charge of the custodian. കസ്റ്റോഡിയന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഇതിനൊക്കെ ടൈം ലിമിറ്റ്സ് ഉണ്ട്. കാരണം ഒരുപാട് കാലം അവിടെ വെക്കാൻ പറ്റില്ല, ഒരുപാട് കാലം. കാരണം കസ്റ്റംസും പോർട്ട് ബിസി ആയിരിക്കും. ഇത് പെട്ടെന്ന് ഇത് അവിടുന്ന് എടുത്തു മാറ്റണം. അപ്പം എടുത്തു മാറ്റേണ്ടത് ആരാ? ഇമ്പോർട്ടറാണ്. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ നോക്കിയത് മാസ്റ്റർ ഓഫ് ദ വെസലിന്റെ ഭാഗത്ത് നിന്നാണ്. ഇനി നമ്മൾ അടുത്ത പിക്ചറിലേക്ക് പോവാണ്. അടുത്ത പിക്ചറെ കൂടെ പറഞ്ഞിട്ട് അത് 10-15 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പൊ നമ്മളിപ്പോ ഈ ചിത്രം മനസ്സിൽ വെക്കുക. USA എക്സ്പാട്രിയിൽ നിന്ന് ട്രക്ക് വഴി സ്റ്റേറ്റ്സിലെ ഷിപ്പിന്റെ മുകളിലേക്ക് കയറ്റി FOB ഫ്രൈറ്റ്. അവിടെ നിന്ന് അത് കടൽ മാർഗം വന്നു, ഫ്രൈറ്റും ഇൻഷുറൻസും ഒക്കെ കൊടുത്തു. വലിയ ഷിപ്പാണെന്നുണ്ടെങ്കിൽ ലൈറ്ററേജ് ബാർജ് ഉണ്ട്, അവിടുന്ന് കയറ്റിയിട്ട് ഇത് പോർട്ടിലേക്ക് വന്നു. വലിയ ചെറിയ ഷിപ്പാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് ഷിപ്പ് തന്നെ ഉള്ളിലോട്ട് വരും. ലൈറ്ററേജിന്റെയും ബാർജിന്റെയും ആവശ്യമില്ല. അത് വരുന്നതിന്റെ മുമ്പ് IGM ഫയൽ ചെയ്യണം പ്രോപ്പർ ഓഫീസർക്ക്. പ്രോപ്പർ ഓഫീസർ തിരിച്ച് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് GOE കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് ദ വെസലിന് ഈ സാധനങ്ങൾ ഗുഡ്സ് അവിടെ ഇറക്കേണ്ട ഗുഡ്സ് മുഴുവൻ അവിടെ ഇറക്കിയിട്ട് അവർ നേരെ പോകും. അവർക്ക് വേറെ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് അവർ എടുത്തിട്ട് പോകും. ഇറക്കേണ്ട ഗുഡ്സ് എല്ലാം അവിടെ ഇറക്കിയിട്ട് എവിടെ വെക്കും? കസ്റ്റംസ് ഏരിയയിൽ വെക്കും. ആ കസ്റ്റംസ് ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് റിമൂവ് ചെയ്യുന്നത് വരെ അത് കസ്റ്റോഡിയൻ, അവിടെ കസ്റ്റംസ് ഏരിയന്റെ കസ്റ്റോഡിയന്റെ കസ്റ്റഡിയിലാണ്. അയാളെയാണ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മാസ്റ്റർ ഓഫ് ദ വെസലിന്റെ ഭാഗത്ത് നിന്നാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കസ്റ്റംസ് ഓഫീസർ ഉണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ. ഇനി ശരിക്കും ആരത് ഇമ്പോർട്ട് ചെയ്തത്? ഇമ്പോർട്ടർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇമ്പോർട്ടർ. ഓക്കെ, ഒരു ഇമ്പോർട്ടർ ഉണ്ടല്ലോ, അയാളാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അയാളാണ് USA ഇയാൾക്ക് വേണ്ടിയിട്ടാണ് USA ആ എക്സ്പാട്രിയിൽ നിന്ന് ഗുഡ്സ് വരുന്നത്. ഇപ്പൊ ആരെടുത്താ നിൽക്കുന്നത്? ഇവിടെ ഈ എൻഡിലുള്ളത് ഏതാ? ഞാൻ നേരത്തെ പേജിൽ വരച്ചതിന്റെ കണ്ടിന്യൂഷൻ ആകട്ടോ ഇത്. ഇതാണ് നമ്മുടെ കസ്റ്റംസ് ഓഫീസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർ ഓഫീസർ ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ പോർട്ട് ഇവിടെയുണ്ട്, ഇന്ത്യൻ പോർട്ട്. ഇന്ത്യൻ പോർട്ട് ഇവിടെ നമ്മുടെ കസ്റ്റോഡിയൻ ഉണ്ട്. കസ്റ്റോഡിയന്റെ ഗുഡ്സ്, കസ്റ്റോഡിയന്റെ അടുത്താണ് ഇപ്പൊ ഗുഡ്സ് മുഴുവൻ ഇരിക്കുന്നത്. അത് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് കൊടുത്ത് കസ്റ്റോഡിയന്റെ അടുത്തിരിക്കുന്നു. കസ്റ്റംസ് ഓഫീസർ ഇവിടെ. ഇനി ഇമ്പോർട്ടർ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇമ്പോർട്ടർ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് 1, അയാള് ഒരു ഡോക്യുമെന്റ് ഫയൽ ചെയ്യും കസ്റ്റംസ് ഓഫീസർക്ക്. ഇതാണ് സ്റ്റെപ്പ് 1. അതെന്താണ്? അതാണ് BOE. BOE എന്ന് പറഞ്ഞാൽ എന്താ? ബിൽ ഓഫ് എൻട്രി. ബിൽ ഓഫ് എൻട്രി പല കേസസിലുണ്ട്. ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ ഉണ്ട്, ബിൽ ഓഫ് എൻട്രി ഫോർ വെയർ ഹൗസിംഗ് ഉണ്ട്. ബിൽ ഓഫ് എൻട്രി ഫോർ വെയർ ഹൗസിംഗിലാണ് ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഉണ്ട്, എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഉണ്ട്. ഫോർ സിംപ്ലിസിറ്റി ഞാൻ തൽക്കാലം ഹോം കൺസംഷന്റെ മാത്രം പറയാം. അതായത് ഈ ഇമ്പോർട്ടർക്ക് എന്തിനാ നേരെ അത് അയാൾക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടുപോകണം, ഹോം കൺസംഷൻ കൊണ്ടുപോകുന്നതാണ്. ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ. ആ ബിൽ ഓഫ് എൻട്രി അയാൾ ഫയൽ ചെയ്യണം. ഇമ്പോർട്ടർ ഹാസ് ടു ഫയൽ ദ ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ. അപ്പം ഇതിനാണ് വൈറ്റ് കളറാണ്, അതുകൊണ്ട് വൈറ്റ് ബിൽ ഓഫ് എൻട്രി എന്ന് പറയും. ആ ഫോമിന്റെ കളർ തന്നെ വൈറ്റ് ആണ്. അപ്പൊ വൈറ്റ് ബിൽ ഓഫ് എൻട്രി അയാൾ ഫയൽ ചെയ്യും. ഇതിന്റെ കൂടെ ഒരു സാധനം കൂടെ അയാൾ കൊടുക്കണം. അതിനാണ് ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയും. പിന്നെ അതിന്റെ കൂടെ ഇൻവോയ്സ് ഉണ്ടാവും, പിന്നെ അതിന്റെ പാക്കേജ് ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ്സിന്റെ ഒരു സെറ്റാണ് പാക്കേജ് ഡീറ്റെയിൽസ്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് അയാള് പ്രോപ്പർ ഓഫീസർക്ക് ഒരു ഡോക്യുമെന്റ് ഫയൽ ചെയ്യും. ഓക്കെ, ഇത് അപ്പൊ എന്താണ് ബിൽ ഓഫ് ലേഡിംഗ്? ഈ ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്ന സാധനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, USA ആ പോർട്ടില് ഇപ്പം എക്സ്ഫാക്ടറിയിൽ ആ ഫാക്ടറിയിൽ നിന്ന് അയാൾ ഗുഡ്സ് എടുത്തുകൊണ്ട് പോയിട്ട് അവിടുത്തെ ഒരു ഷിപ്പുകാരന് ഇത് കൊടുക്കുമല്ലോ, ഒരു മാസ്റ്റർ ഓഫ് വെസലിന് കൊടുക്കും. ഇതെല്ലാം നിങ്ങൾ ഇന്ത്യയിലുള്ള ഞങ്ങളുടെ ഇമ്പോർട്ടർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ബോംബെ പോർട്ടിൽ ഇറക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ ഗുഡ്സ് എല്ലാം അയാൾ ഹാൻഡ് ഓവർ ചെയ്യുമല്ലോ. ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അയാൾ കൊടുക്കുന്ന എക്നോളജ്മെന്റ് സ്റ്റേറ്റ്സിലുള്ള ആ വെസലിലെ
മാസ്റ്റർ ഓഫ് ദ വെസൽ ആ എക്സ്പോർട്ടർക്ക് ഒരു ഡോക്യുമെന്റ് കൊടുക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രയും ഗുഡ്സ് ഒക്കെ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെന്റ്. അതിനെയാണ് ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്നത്. ആ ബിൽ ഓഫ് ലേഡിംഗ് അയാൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? ആ എക്സ്പോർട്ടർ അമേരിക്കയിൽ നിന്ന് അയാൾ ഇമ്പോർട്ടർക്ക് അയച്ചു കൊടുക്കും. പണ്ടൊക്കെയാണ് അത് കൊറിയർ ചെയ്യുക ചെയ്തിരുന്നത്. ഇപ്പൊ അത് മെയിൽ വഴി അയച്ചു കൊടുക്കും. ഇയാൾ ആ ഡോക്യുമെന്റ് കൂടെ ബിൽ ഓഫ് എൻട്രിയുടെ കൂടെ ഫയൽ ചെയ്യും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ഓഫീസർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് കയറ്റി അയച്ച സാധനങ്ങൾ എന്താണ്, ഇയാൾ ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് അതൊരു അതിൻ്റെ അകത്ത് സീരിയൽ നമ്പർ, പിന്നെ ഗുഡ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, പെർട്ടിക്കുലേഴ്സ്, അതിന്റെ വാല്യൂ, റേറ്റ് ഓഫ് ഡ്യൂട്ടി, അസസബിൾ വാല്യൂ, ഇതൊക്കെ ഉള്ളൊരു ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത്. എന്തൊക്കെ ഗുഡ്സ് ആണ്, അതിന്റെ വാല്യൂ എത്രയാണ്, എത്ര റേറ്റ് ഓഫ് ഡ്യൂട്ടി കൊടുക്കണം, അസസബിൾ വാല്യൂ എന്താ, അങ്ങനെ ഒരു സാധനമാണ് ബിൽ ഓഫ് എൻട്രി. അപ്പൊ ഇതിന്റെ അകത്ത് ശരിക്ക് കൊടുക്കേണ്ട കസ്റ്റംസ് ഡ്യൂട്ടി അസസ് ചെയ്യണം എന്നാണ് പറയുക. അത് ആരാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് അയാൾക്കൊരു സെൽഫ് അസസ്മെന്റ് ഉണ്ടാവും. ആ സെൽഫ് അസസ്മെന്റ് വഴി അയാൾ അസസ് ചെയ്തിട്ടുണ്ടാവും എത്ര ഡ്യൂട്ടി അയാൾക്ക് അത് പേ ചെയ്യണം എന്നൊക്കെ. അയാൾ അസസ് ചെയ്തൊരു ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് എൻട്രി. അതിന്റെ കൂട്ടത്തിൽ കൂടെ അയാൾ ഇത് അറ്റാച്ച് ചെയ്യും ബിൽ ഓഫ് ലേഡിംഗ്. അയാൾക്ക് അവിടുന്ന് എക്സ്പോർട്ടർ അയച്ചു കൊടുത്ത്. അപ്പൊ പ്രോപ്പർ ഓഫീസർക്കൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ കസ്റ്റംസ് ഓഫീസർ എടുത്ത് പ്രോപ്പർ ഓഫീസർ എടുത്ത് ഷിപ്പിലെ മാസ്റ്റർ, ആ ഷിപ്പ് കടൽ വഴി ബോംബെ പോർട്ടിലെത്തി അയാൾ IGM ഫയൽ ചെയ്തിട്ടുണ്ട്. ആ IGMന്റെ അകത്തുണ്ട് ആ ഷിപ്പിന്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. ഇവിടുന്ന് ഇമ്പോർട്ടർ ബിൽ ഓഫ് എൻട്രി, ബിൽ ഓഫ് ലേഡിംഗ് കൂടെ കൊടുക്കും. അയാൾ ഇതെല്ലാം മാച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് ഇതെല്ലാം പ്രോപ്പർ ആവുമ്പോഴാണ് അയാൾ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇവിടെ അപ്പുറത്തേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇത് ബിൽ ഓഫ് എൻട്രി, റൂം കൺസംഷൻ, ഇതെല്ലാം പ്രോപ്പർ ഓഫീസർ എടുത്തെത്തി. ഇനി പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യും? പ്രോപ്പർ ഓഫീസർ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അയാള് ആ ബിൽ ഓഫ് ലേഡിങ്ങിന്റെ മുകളിൽ അയാൾ സൈൻ ചെയ്യും. അതാണ് അസസ്മെന്റ്. അയാൾ അസസ് ചെയ്യുന്നത്, അസസ്മെന്റ് ഓൺ ബിൽ ഓഫ് എൻട്രി ഇറ്റ്സെൽഫ്. എന്നിട്ട് അയാൾ അതിന്റെ മുകളിൽ സൈൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്യും. ഓക്കെ, സ്റ്റാമ്പ് ചെയ്തിട്ട് പ്ലസ് എന്നിട്ട് അയാൾ റിട്ടേൺ ചെയ്യും. റിട്ടേൺഡ് അസസ്ഡ് ബിൽ ഓഫ് എൻട്രി. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എന്താ ഇമ്പോർട്ടർ ചെയ്ത്? ഇമ്പോർട്ടർ ഈ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് മുഴുവൻ പ്രോപ്പർ ഓഫീസർക്ക് കൊടുത്തു. പ്രോപ്പർ ഓഫീസർ ഇതെല്ലാം വെരിഫൈ ചെയ്തു. അയാൾ ഈ കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തതൊക്കെ ശരിയാണെന്നൊക്കെ അയാൾ നോക്കും. അതിനാണ് അസസ് ചെയ്യാന്ന് പറയുന്നത്. അസസ് ചെയ്യും. അസസ് ചെയ്തിട്ട് അയാൾ ബിൽ ഓഫ് എൻട്രിയുടെ മുകളിൽ സൈൻ ചെയ്യും, സീൽ ചെയ്യും. സീൽ ചെയ്തിട്ട് അയാൾക്ക് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുമ്പോൾ ഇത് എവിടെ എത്തും? തിരിച്ചത് ഇമ്പോർട്ടറുടെ അടുത്തേക്ക് ഇയാൾ കൊടുക്കും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദിസ് ഈസ് സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 2 അയാൾ സൈൻ ചെയ്ത് തിരിച്ച് ഇമ്പോർട്ടർക്ക് കൊടുക്കും. ഇനി ഇമ്പോർട്ടർ ഇത് വെച്ച് എന്ത് ചെയ്യും? ഇമ്പോർട്ടർ ഈ സാധനം എടുത്ത് വെച്ചിട്ട് നേരെ ഡെസിഗ്നേറ്റഡ് ബാങ്കിൽ പോകും. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു TR6 ചലാൻ ഉണ്ട്. TR6 ചലാൻ. അപ്പം ഈ അസസ് ചെയ്തല്ലോ, ഇവിടെ ഒരു വാല്യൂ ഇത്ര കസ്റ്റംസ് ഡ്യൂട്ടി അയാൾ പേ ചെയ്യണമെന്നത് ഇമ്പോർട്ട് പ്രോപ്പർ ഓഫീസർ അസസ് ചെയ്ത് സീൽ ചെയ്ത് സൈൻ ചെയ്ത സാധനമാണ് ഇയാൾ കൊടുത്തത്. ഡെസിഗ്നേറ്റഡ് ബാങ്ക്സ് പറഞ്ഞാൽ കസ്റ്റംസിലേക്ക് നമുക്ക് ഡ്യൂട്ടി പേ ചെയ്യണമെങ്കിൽ ചില ഡെസിഗ്നേറ്റഡ് ബാങ്ക്സ് ഉണ്ട്. ആ ബാങ്ക് പോകും ഇമ്പോർട്ടർ. ഏത് ഈ ഡോക്യുമെന്റും എടുത്തുകൊണ്ട്, കസ്റ്റംസ് ഓഫീസർ സൈൻ ചെയ്ത ഡോക്യുമെന്റും എടുത്തുകൊണ്ട് ഡെസിഗ്നേറ്റഡ് ബാങ്ക് പോയി TR6 ചലാൻ എടുത്ത് ഫയൽ ചെയ്യും. TR6 പൈസ അടയ്ക്കും. പൈസ അടച്ചാൽ അതിന്റെ കൗണ്ടർ ഫയൽ കീറിയിട്ട് ബാങ്ക് ഇയാൾക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ സാധനം കൊണ്ട് ഇങ്ങോട്ടേക്ക് പോകും. ഇതാണ് പോയിന്റ് നമ്പർ 3. ഡെസിഗ്നേറ്റഡ് ബാങ്കിലേക്ക് പോകുന്നു, എന്നിട്ട് തിരിച്ച് ഇത് ഇവരുടെ അടുത്തേക്ക് വരും. അയാൾ ആ കൗണ്ടർ ഫോയിൽ ആയിട്ട് വരും. ഈ കൗണ്ടർ ഫോയിലും കൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ വന്നിട്ട് പ്രോപ്പർ ഓഫീസർക്ക് കൊടുക്കും. ഇനി ഇമ്പോർട്ടർ എന്ത് ചെയ്യും? ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഇതിന്റെ TR6ന്റെ അക്നോളജ്മെന്റ് കോപ്പി. കാരണം കസ്റ്റംസിന്റെ ഫീ അടച്ചു എന്നുള്ളത് ഇയാളെ അറിയിക്കണല്ലോ. അക്നോളജ്ഡ് കോപ്പി ഓഫ് TR6 ചലാൻ. TR6 ചലാന് ഇയാൾ എന്ത് ചെയ്യും? തിരിച്ചു വീണ്ടും പ്രോപ്പർ ഓഫീസർക്ക് കൊടുക്കും. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. അത് ശരിക്കും ഇവിടെ ഒരു സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് വേണ്ടോ, അതായത് ആദ്യം അയാൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തു, പ്രോപ്പർ ഓഫീസർ അടുത്തേക്ക് പോയി, പ്രോപ്പർ ഓഫീസർ അസസ് ചെയ്തു, തിരിച്ച് ഇമ്പോർട്ടർ അടുത്തെത്തി. അതാണ് ഒരു സർക്കിളാണ്. പിന്നെ അടുത്ത സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇയാൾ ഡെസിഗ്നേറ്റഡ് ബാങ്ക് പോയി ചലാൻ, പൈസ അടച്ച ചലാനുമായിട്ട് അയാൾ തിരിച്ച് പ്രോപ്പർ ഓഫീസർക്ക് കൊടുത്തു. സ്വാഭാവികമായിട്ട് പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യും? ഇനി ഇവിടെ തിരിച്ചത് വീണ്ടും ഇമ്പോർട്ടർ അടുത്തേക്ക് വരും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് കംപ്ലീറ്റ് ആവും. അയാൾ എന്താ ഇഷ്യൂ ചെയ്യുക? അതിനെയാണ് ക്ലിയറൻസ് ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയറൻസ് ഓർഡർ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ചാർജ് ഓർഡർ എന്ന് പറയും.
ഇത് പ്രോപ്പർ ഓഫീസർ എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത്? അയാൾക്ക് ഈ എന്താ പറയാ അക്നോളജ്മെന്റ്, അയാൾ മറ്റേ ആൾ ഇമ്പോർട്ടർ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചു എന്നുള്ളതിന്റെ ആ കൗണ്ടർ ഫയൽ കിട്ടിക്കഴിയുമ്പോൾ കസ്റ്റംസ് ഓഫീസർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ക്ലിയറൻസ് ഓർഡർ ഇഷ്യൂ ചെയ്യും. അതിനാണ് ഔട്ട് ഓഫ് ക്ലിയറൻസ് ഓർഡർ എന്ന് പറയുന്നത്. ഈ ഔട്ട് ഓഫ് ക്ലിയറൻസ് ഓർഡർ ഇമ്പോർട്ടർക്ക് കൊടുക്കും. ഇനി ഇമ്പോർട്ടർ എന്ത് ചെയ്യും? ആ ഔട്ട് ഓഫ് ക്ലിയറൻസ്, അപ്പൊ അത് നമ്മൾ എവിടെ എത്തി? 4th സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഇവിടെ 5th സ്റ്റെപ്പാണ് ഇത്. 5th സ്റ്റെപ്പിൽ പ്രോപ്പർ ഓഫീസർ അയാൾക്ക് ക്ലിയറൻസ് ഓർഡർ കൊടുക്കും. ഇനി ഈ ക്ലിയറൻസ് ഓർഡറുമായിട്ട് അയാളുടെ ഇവിടെ പോകും. ഇയാൾക്ക് ഈ ക്ലിയറൻസ് ഓർഡർ എടുത്തിട്ട് ഇയാൾ കസ്റ്റോഡിയന്റെ അടുത്ത് പോകും. അതാണ് സ്റ്റെപ്പ് നമ്പർ 6. കസ്റ്റോഡിയന്റെ അടുത്ത് എന്താ ഇരിക്കുന്നത്? കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ഏരിയയിൽ മറ്റേ മാസ്റ്റർ ഓഫ് ദ വെസൽ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇമ്പോർട്ട് കിട്ടിയതിന് ശേഷം അയാൾ ആ ഗുഡ്സ് മുഴുവൻ കസ്റ്റംസ് ഏരിയയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ ഇറക്കി വെച്ച ഗുഡ്സിന്റെ ആരെ കസ്റ്റഡിയിലാണോ അയാളാണ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. അയാൾ കസ്റ്റംസ് ഭാഗത്ത് ഇതിന്റെ ആളാണ്. അപ്പൊ അയാളുടെ അടുത്താണ് ഗുഡ്സ് ഇരിക്കുന്നത്. അയാളുടെ അടുത്ത് ഗുഡ്സ് അധികം നേരം വെച്ചിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിനൊക്കെ ഓരോ ടൈം ലിമിറ്റ്സ് ഉണ്ട്. ആ ടൈം ലിമിറ്റ്സ് ഞാൻ ജനറൽ ഒരു ഓവർവ്യൂ പറയുന്നു എന്നുള്ളൂ. അത് ഓരോ സെക്ഷനിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ക്ലിയറൻസ് ഓർഡറുമായിട്ട് ഇമ്പോർട്ടർ കസ്റ്റോഡിയൻ എടുത്തു പോകും. കസ്റ്റോഡിയൻ എന്ത് ചെയ്യും? കസ്റ്റോഡിയൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 7. സ്റ്റെപ്പ് നമ്പർ 7 അയാൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, പോർട്ട് ഡ്യൂ. കാരണം അയാൾ ഇത് മുഴുവൻ ഇറക്കിയില്ലേ, ഇത് മറ്റേ US വന്ന ഷിപ്പിൽ നിന്ന് ഈ സാധനങ്ങൾ കൂടെ താഴെ ഇറക്കി. അതിന്റെ അൺലോഡിങ് ചാർജസ്, പിന്നെ ആ പോർട്ടിന് ചാർജ് കൊടുക്കണം. പോർട്ടിന്റെ കസ്റ്റംസ് ഏരിയ യൂസ് ചെയ്തില്ലേ അത്രയും ദിവസം, ഇത് ഇറക്കി വെച്ച് ഇയാൾ എടുത്ത് ക്ലിയർ ചെയ്തുകൊണ്ട് പോകുന്നവരെ അവിടെ വെച്ചില്ല. അപ്പൊ ആ പോർട്ടിന്റെ ചാർജസ് ഉണ്ട്, പിന്നെ അൺലോഡിങ് ചാർജസ് ഉണ്ട്. ഇനി അഥവാ എങ്ങാൻ ഡിലേ ചെയ്ത് ഒരു പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട്, അതുവരെ അവർക്ക് ഡിലേ ചെയ്യാൻ പറ്റും. അതും കഴിഞ്ഞ് ചെയ്ത് അവരതെടുത്ത് വിൽക്കും. അപ്പൊ അവര് അതിനാണ് ഡെമറേജ് ചാർജസ് എന്ന് പറയുന്നത്. സപ്പോസ് കുറച്ച് ഡെമറേജ് ചാർജസ് ഉണ്ട്, ആ ഡെമറേജ് ചാർജസും കൂടെ ഇയാൾ അടയ്ക്കണം. ഇതെല്ലാം അടച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഗുഡ്സ് ഇയാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത്. അതാണ് ഫൈനൽ സ്റ്റെപ്പ് നമ്പർ 7. സ്റ്റെപ്പ് നമ്പർ 8 എന്ന് പറഞ്ഞാൽ അയാളുടെ ഫാക്ടറിയിലേക്ക്, അയാളുടെ വീട്ടിലേക്ക് ആ ഗുഡ്സ് എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, അപ്പൊ ഡെമറേജ് ചാർജസ് പേ ചെയ്യുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഗുഡ്സ് കൊടുക്കും. ഗുഡ്സ് ഡെലിവറി ഓഫ് ഗുഡ്സ് വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ ഇമ്പോർട്ടർ. അപ്പൊ ഈ ഒരു പിക്ചർ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഈ പിക്ചർ മറ്റ് ഇതിന്റെ കൂട്ടത്തിൽ കൂടെ വായിക്കണം. അതായത് USA ഫാക്ടറിയിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഗുഡ്സ് എത്തുകയാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ കംപ്ലീറ്റ് ഇവിടുന്ന് മുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പൊ ആദ്യം ഇമ്പോർട്ടർ എന്താ ചെയ്യുക? അപ്പൊ നിങ്ങളാണ് ഇമ്പോർട്ടർ എങ്കിൽ നിങ്ങൾ ആദ്യം ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ. ബിൽ ഓഫ് എൻട്രി അതൊരു വൈറ്റ് കളറിലുള്ള ഒരു ഫോമാണ്. അതിന്റെ കൂടെ നിങ്ങൾ ബിൽ ഓഫ് ലേഡിങ്ങും ഇൻവോയ്സും എല്ലാം എടുത്തിട്ട് നേരെ പ്രോപ്പർ ഓഫീസറെ പോയി കാണുന്നു. പ്രോപ്പർ ഓഫീസർ അതൊക്കെ വെരിഫൈ, അതിന്റെ അകത്ത് ടാക്സ് കസ്റ്റംസ് ഡ്യൂട്ടി നിങ്ങൾ സെൽഫ് അസസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പ്രോപ്പർ ഓഫീസർ അതൊക്കെ നോക്കും. അത് ഓക്കെ ആണെങ്കിൽ അതിൽ സൈൻ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾ റീഅസസ്മെന്റ് ചെയ്യും. അത് റീഅസസ്മെന്റ് ചെയ്തിട്ട് കറക്ഷൻസ് വരുത്തിയിട്ട് അയാൾ സൈൻ ചെയ്യും, സ്റ്റാമ്പ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ അതെടുത്തിട്ട് നേരെ ബാങ്കിൽ പോകും, ഡെസിഗ്നേറ്റഡ് ബാങ്കിൽ. TR6 ചലാൻ ഫില്ല് ചെയ്യും, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കും. അതിന്റെ കൗണ്ടർ ഫയൽ ബാങ്കുകാർ നിങ്ങൾക്ക് കയറി തരും. ഒരു മറ്റേ ഭാഗം അവരവിടെ അവരുടെ റെക്കോർഡ്സ് റീറ്റെയിൻ ചെയ്യും. ഈ കൗണ്ടർ ഫയലുമായിട്ട് നിങ്ങൾ നേരെ പ്രോപ്പർ ഓഫീസർ അടുത്തേക്ക് പോകും. പ്രോപ്പർ ഓഫീസർക്ക് ഒന്ന് എൻഷുർ ചെയ്യാൻ നിങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്തു എന്നാൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യും, ക്ലിയറൻസ് ഓർഡർ ഇഷ്യൂ ചെയ്യും. ആ ഓർഡർ എടുത്തിട്ട് നിങ്ങൾ നേരെ കസ്റ്റോഡിയന്റെ അടുത്ത് പോകും. കസ്റ്റോഡിയൻ നിങ്ങളെ കൊണ്ട് അവിടുത്തെ പോർട്ട് ഫീ, അൺലോഡിംഗ് ഫീസ്, പോർട്ട് ഡ്യൂസ്, പിന്നെ നിങ്ങൾ ടൈം ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഡെമറേജ് ചാർജസ് എല്ലാം പേ ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ഗുഡ്സ് നിങ്ങൾക്ക് അലൗ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ അപ്പോഴാണ് ശരിക്കും കസ്റ്റംസിന്റെ ക്ലിയറൻസ് പുറത്തേക്ക് പോകുന്നത്. അവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കസ്റ്റംസ് വരെ ക്ലിയറൻസ് പുറത്തേക്ക് പോയി. അപ്പോഴാണ് ശരിക്കും അത് എന്താ പറയാ ടാക്സബിൾ ഈവന്റ് ആവുന്നത്. ഇനി ടാക്സബിൾ ഈവന്റ് കൊണ്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് ശരിക്കും. വെൻ ഇറ്റ് ഈസ് ക്ലിയർഡ് ഔട്ട് ഓഫ് ദ കസ്റ്റംസ് ഏരിയ എന്ന് പറയുന്നത് ആ പോയിന്റാ. അതായത് ഈ പോയിന്റ് നമ്പർ 8 വരുമ്പോൾ മാത്രമേ അത് ഔട്ട് ഓഫ് ദ കസ്റ്റംസ് ആവുന്നുള്ളൂ. ഈ പോയിന്റ് നമ്പർ 8ലേക്ക് എത്തണം. അതുവരെ അത് കസ്റ്റംസ് ഏരിയയിലാണ് കിടക്കുന്നത്. ഇപ്പൊ നിങ്ങളത് അവിടെ പോയി ഈ പ്രോപ്പർ ഓഫീസറെ ക്ലിയറൻസ് ഓർഡറും കൊണ്ട് കസ്റ്റോഡിയന്റെ അടുത്ത് പോയി അവിടെ പോർട്ട് ഡ്യൂസും അടച്ച് അവിടുന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് ശരിക്കും അത് ഇന്ത്യയിലോട്ട് അത് ടാക്സബിൾ ഈവന്റ് ആവുന്നതും അത് ഇമ്പോർട്ടേഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നത് ശരിക്കും. അപ്പൊ എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞ് നൗ ദ ഗുഡ്സ് ആർ ബീങ് ഇമ്പോർട്ടഡ് ഇൻ ടു ദ കൺട്രി. ഓക്കെ, അപ്പൊ ആ 8 സ്റ്റെപ്സും ഇതിനു മുമ്പുള്ള ഇത് ഒരുപാട് ടേംസ് പറഞ്ഞു. ഈ ടേംസ് എല്ലാം
മൈൻഡിൽ ഓർത്തിരിക്കണം. കാരണം ഈ ടേംസ് റിപ്പീറ്റഡ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരും. വാട്ട് ഈസ് മെന്റ് ബൈ എ പ്രോപ്പർ ഓഫീസർ, പിന്നെ ആ പേഴ്സൺ ഇൻ ചാർജ് ആരാണ്, 4 മോഡിലും പേഴ്സൺ ഇൻ ചാർജ് ആരാണ്, പിന്നെ ആ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് എന്താ, അറൈവൽ മാനിഫെസ്റ്റ് എന്താണ്, പിന്നെ ഇമ്പോർട്ട് ഓർഡർ മറ്റേ വെഹിക്കിൾ വഴി വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറയുക. പിന്നെ CIF എന്താന്ന് ഞാൻ പറഞ്ഞു, പിന്നെ FOB എന്താന്ന് പറഞ്ഞു, IGM ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്താന്ന് പറഞ്ഞു, പിന്നെ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് എന്താന്ന് പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇതാണ്, വൈറ്റ് ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ എന്താന്ന് പറഞ്ഞു. അതേമാതിരി അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിൽ ഓഫ് എൻട്രി ഫോർ വെയർ ഹൗസിങ്. ചിലപ്പോൾ നമുക്ക് ഹോം കൺസംഷന് വേണ്ടി അപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അതിനുള്ള അടുത്ത ബിൽ ഓഫ് എൻട്രി ആണ് ബിൽ ഓഫ് എൻട്രി ഫോർ വെയർ ഹൗസിങ് എന്ന് പറയുന്നത്. അത് അടുത്തൊരു കോൺസെപ്റ്റ് ആണ്, ബിൽ ഓഫ് എൻട്രി ഫോർ വെയർ ഹൗസിങ്. ഇപ്പൊ നമ്മൾ നോക്കിയത് ബിൽ ഓഫ് എൻട്രി ഫോർ കൺസംഷൻ. ഇനി ബിൽ ഓഫ് എൻട്രി ഫോർ വെയർ ഹൗസിങ് നമ്മൾക്ക് ഇപ്പൊ എടുത്തുകൊണ്ട് പോകാൻ ഉദ്ദേശമില്ല. കസ്റ്റംസുകാരുടെ അടുത്ത് അവരുടെ കസ്റ്റംസിന്റെ വെയർ ഹൗസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് കസ്റ്റോഡിയന്റെ അടുത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അത് കസ്റ്റോഡിയന്റെ അവിടുത്തെ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന, ഹോമിലേക്ക് ക്ലിയർ ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും വെയർ ഹൗസ് കൊണ്ടിടും. അതിന് സബ്മിറ്റ് ചെയ്യുന്ന ബില്ലാണ് ബിൽ ഓഫ് എൻട്രി ഫോർ വെയർ ഹൗസിങ് എന്ന് പറയുന്നത്. അത് ശരിക്കും അതിന്റെ പേര് യെല്ലോ കളറാണ്, യെല്ലോ ബിൽ ഓഫ് എൻട്രി. ഇതിന് വേറൊരു പേരുണ്ട്, ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി. ഇതിന്റെയൊക്കെ ഡേറ്റ്സിനൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യ ടേംസ് ഒക്കെ മനസ്സിലാക്കുക. ഇനി അടുത്ത ബിൽ ഓഫ് എൻട്രി ആണ് ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ ഫ്രം വെയർ ഹൗസ്. വെയർ ഹൗസിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. വെയർ ഹൗസിൽ നിങ്ങൾ ഫീസ് പിന്നെ റെന്റ് ഒക്കെ പേ, വെയർ ഹൗസിൽ ഇരിക്കുന്ന സാധനം നിങ്ങൾ അതായത് ഒന്ന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഹോം കൺസംഷൻ എടുത്തു, മറ്റേത് വെയർ ഹൗസ് കയറ്റിയിട്ട്, ഇത് വെയർ ഹൗസ് ആണെങ്കിൽ വെയർ ഹൗസ് കയറ്റിയിട്ട് വെയർ ഹൗസിന് ക്ലിയർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവരണല്ലോ. അപ്പൊ ഇവിടെ വെയർ ഹൗസിന്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി, വെയർ ഹൗസിന് പുറത്തേക്ക് എടുക്കുന്നതിനാണ് എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എഴുതിയ ഈ ഇതെന്ന് പറയുന്നത് ഗ്രീൻ ആണ്, ഗ്രീൻ ബിൽ ഓഫ് എൻട്രി. ഇതിനെയാണ് എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത്, എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി. പക്ഷേ ഈ സാധനം എന്ന് പറയുന്നത് യെല്ലോ ബിൽ ഓഫ് എൻട്രി ആണ്. ഇത് യെല്ലോ ബിൽ ഓഫ് എൻട്രി. കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഡിപ്പെൻസ് ഇമ്പോർട്ടറുടെ ലക്ഷ്യം എന്താ, നേരെ വീട്ടിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ നേരെ വൈറ്റ് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തിട്ട് ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ. അപ്പൊ അയാൾക്ക് തൽക്കാലം അത് എടുക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ, അതിൽ വെയർ ഹൗസിലേക്ക് മാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ അതിൽ യെല്ലോ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യും. യെല്ലോ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് വെയർ ഹൗസിലേക്ക് മാറ്റും. അപ്പം പിന്നെ എന്നിട്ട് വെയർ ഹൗസിൽ നിന്ന് അത് തിരിച്ച് വീട്ടിലേക്ക് ഹോം കൺസംഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഗ്രീൻ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യണം. ഇനി വെയർ ഹൗസിംഗിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ ചാർട്ടിൽ വ്യത്യാസങ്ങൾ വരും. ഞാനിപ്പോ ഈ വരച്ച ചാർട്ട് ഉണ്ടല്ലോ, ഈ ചാർട്ടിൽ വ്യത്യാസങ്ങൾ വരും. തൽക്കാലം നിങ്ങൾ ഇത്രയും നോക്കുക. എന്നിട്ട് നാളെ ഞാൻ ബിൽ ഓഫ് എൻട്രി ഫോർ വെയർ ഹൗസിങ്ങും ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ ഫ്രം വെയർ ഹൗസിങ്ങും പിന്നെ നമുക്ക് അവിടുന്ന് പ്രോബ്ലംസും പതുക്കെ നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട്. ഇത്രയും നിങ്ങൾ ആദ്യം നോക്കൂ. ഓക്കെ, ഇത് ഞാൻ ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചോദിക്കും. ഇമ്പോർട്ട് കംപ്ലീറ്റ്, അതാ പറഞ്ഞത് ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് കംപ്ലീറ്റ് ആവുന്നത് കസ്റ്റംസിന് പുറത്തേക്ക് വരണം. കസ്റ്റംസിന് പുറത്തേക്ക് വന്നാലേ അത് ശരിക്കും ഇമ്പോർട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അതാണ് അതൊരു സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ട് കമൻസസ് when the ship enters the territorial waters and continues and ends when it is moved out of the customs area. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞത്. കമൻസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, ആ 12 നോട്ടിക്കൽ മൈൽസ് ഉണ്ട് ബേസ് ലൈനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് കമൻസ് ചെയ്തു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക. ഇമ്പോർട്ട് എന്നുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പിന്നെ അയാൾ IGM കൊടുക്കുന്നു, ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് കൊടുക്കുന്നു, ഇത് അവിടുന്ന് ഇറക്കി വെച്ച് കസ്റ്റോഡിയനെ ഏൽപ്പിക്കുന്നു, ഇമ്പോർട്ടർ വരുന്നു, ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നു, അയാളത് വെരിഫൈ ചെയ്ത് മറ്റേ ആൾക്ക് അതിന്റെ അസസ് ചെയ്തിട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നു, അയാൾ ഡെസിഗ്നേറ്റഡ് ബാങ്ക് പോകുന്നു, TR6 എല്ലാം കൊടുക്കുന്നു, ക്ലിയറൻസ് ഓർഡർ കൊടുക്കുന്നു, ഇമ്പോർട്ടർ അതുകൊണ്ട് കസ്റ്റോഡിയന്റെ അടുത്ത് പോകുന്നു, അവിടുന്ന് സാധനം എടുത്ത് പുറത്തേക്ക് കസ്റ്റംസ് ഏരിയന്ന് പുറത്തേക്ക് വരണം. അതുവരെ അത് ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈവൻ വെയർ ഹൗസിൽ ഇരിക്കുമ്പോൾ പോലും ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. വെയർ ഹൗസിൽ നിന്ന് അയാളത് പുറത്തേക്ക് എടുക്കണം. വെയർ ഹൗസിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് when green bill of entry is filed for home consumption, then only import is said to be completed. അതിനെയാണ് ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത്. ടാക്സബിൾ ഇവന്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ശരിക്കും അവിടെയാണ്, പുറത്തേക്ക് വരുമ്പോഴാണ് അത് ടാക്സബിൾ ഇവന്റ് ആവുന്നത്.
അത് ക്ലിയർ ആയോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾ ഇത്രയും നോക്കി കസ്റ്റംസ് ആക്ടിന്റെ ബെയർ ആക്ട് നെറ്റിലുണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വേണേ ഇതിന്റെ അത് ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുകയും ചെയ്യാം. ഞാൻ സൗകര്യം പോലെ ഞാൻ ടൈം കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേണേ കാണണമെങ്കിൽ നോക്കുകയും ചെയ്യാലോ. ഓക്കെ ഓക്കെ, എന്നാൽ ലീവ്. ഓക്കെ, ലീവ് ചെയ്തോ.